എന്താ ആ മരുന്ന് തരാൻ വന്നാണല്ലേ? എന്റെ മനുഷ്യ ഓ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുക. എന്താടി രാജേഷിന്റെ വീട്ടിലെ ഹെൽത്തുകാരനെ റെയിലും മനുഷ്യ. അതിനെന്താ? പോയി വീഡിയോ പിടിക്ക്. എന്തിന്? നമുക്ക് വാട്സപ്പിൽ ഇടാന്ന്. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഓ എന്റെ പൊന്നു മനുഷ്യ, വീഡിയോ വൈറലായി കഴിഞ്ഞാലേ അവന്റെ കച്ചവടം പൂട്ടിക്കെട്ടും. അങ്ങോട്ട് പോ. അല്ല സാറേ, എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നാച്ചുറലോ? എന്നിട്ടാ തന്റെ ഉണ്ണിയപ്പം കഴിച്ച 3 പേര് വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അയ്യോ, അങ്ങനെ വരെ വഴിയില്ല സാർ. അവര് വേറെ വല്ലതും പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. കഴിച്ചവരൊക്കെ നിശ്ചയം തനിക്കാണോ? അല്ല സാർ, വയറിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. പിന്നെ ഓരോ ഐറ്റം കഴിയുന്നതോറും കൃത്യമായി എണ്ണ മാറ്റാറുണ്ട്. ഉണ്ണിയപ്പം ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. അതുവരെ തന്റെ ലൈസൻസ് ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുക്കിങ്ങും സെയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. അല്ല സാറേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. സന്തോഷേ, എല്ലാം ചെക്ക് ചെയ്തേ. എല്ലാത്തിനും സാമ്പിൾ എടുക്കണം കേട്ടോ. ശരി, ഒന്നും വിടാൻ പാടില്ല. സാറേ കയ്യെന്ന് പറ്റി ലഡു എടുക്കണല്ലേ? അതൊക്കെ എടുക്കും. ജയരാജേ, നമ്മുടെ അയൽക്കടത്തരം നാറി ഫുഡ് ഇൻസ്പെക്ടർ വന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും നോക്കിയോ, ഷെയർ ചെയ്തൊക്കെ നോക്കി. അല്ല അതൂരി അവനെ നമുക്ക് പക്കാടയിൽ പനാവറൊക്കെ കൊന്നാലടാ. ഒന്നും ഉണ്ടായിരുന്നു ചേട്ടാ, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. ഒന്നും കലക്കാണ്ട് തന്നെ ഇങ്ങനെ പനാമറ്. കുടുംബ ഗ്രൂപ്പ്. ഹലോ സാറേ, ശരി താങ്ക്സ്. എടാ, ലാബിൽ നിന്ന് റിസൾട്ട് വന്നു. നിന്റെ ഫുഡിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ലൈസൻസിന്റെ സസ്പെൻഷൻ മാറാൻ അത് മാത്രം പോരാ. ഫുഡിന് കുഴപ്പമില്ല, പിന്നെ എന്താണ്? എടാ, അസുഖം ബാധിച്ച കേസല്ലേ, ആളെങ്ങനെ തട്ടിപ്പോയി അവർ തൂങ്ങേണ്ടി വരില്ലേ? സാറ് പറയുന്നത് ആ പെങ്കച്ച് ചെന്ന് പരാതിയില്ലെന്ന് എഴുതി കൊടുത്താ നിന്റെ ലൈസൻസ് കൊടുത്തേക്കാന്ന്. അതിനവര് വരുമോ? വരുത്തണം. ഒരു തെരേസ, പുതുപ്പറമ്പിൽ വീട്, കുമ്പളം പടിഞ്ഞാറ്. ഇപ്പോൾ ആൾ ജെസി ഹോസ്പിറ്റലുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യടി. നടപടിയായ ഞാൻ തന്നെ മേടിച്ചു തരാം ലൈസൻസ്. എന്നാ നീ കിട്ടോ, ഇത് തീർന്നില്ല, അല്ലേ ഞാനോട് വരായിരുന്നു. ഞാൻ പോക്കോളാം. ബാ. അങ്ങനെ തീരാനാ? അയാൾ കുറെ നേരമായിട്ട് പൂന്ന് ഊതിക്കൊണ്ടിരിക്കട്ടെ, തീ എത്തിക്കാൻ പറ. എന്റെ രാമേട്ടൊന്ന് ഊതി കത്തിക്കേ. അയ്യോ, കൊച്ചു നല്ല ആവശ്യത്തിലാണല്ലോ. വയറ് നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വാട്ടം കണ്ട. അയ്യോ, അമ്മച്ചിനെ എടുത്തോണ്ട് പോകേണ്ടി വരും. ഒന്നും മിണ്ടാതിരിക്കും. ഹലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോഴാ അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. അയ്യോ, നല്ല ശ്രുതി, താളം, അടിപൊളിയാ അമ്മച്ചി. ഓടാ അമ്മച്ചി നല്ല മാസാണല്ലോ. അത് ചോദിക്കാൻ വന്നാണ്. അല്ല, ഞങ്ങളെ ഈ തെരേസ ഒന്ന് കാണാൻ. ഞാൻ എന്താ കാര്യം? ഞാൻ രാജേഷ്, ചാന്ദ് ഫുഡ് പ്രൊഡക്ട്സിന്റെ MD ആണ്. ഓ, അത് നിങ്ങളുടെ ആയിരുന്നല്ലേ? കംപ്ലൈന്റ് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാണ്. നടക്കൂല. അതെ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ ഉണ്ണിയപ്പൻ ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നുണ പറയാണെന്നാണോ പറയണേ? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറിളകില്ലേ? അതെ, ഞങ്ങൾ ഇന്നലെ ആകെ പുറത്തുനിന്ന് കഴിച്ചത് നിങ്ങളുടെ ഉണ്ണിയപ്പം മാത്രമാണ്. പിന്നെ കഴിച്ചത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം. അത് കഴിച്ചിട്ടൊന്നും ആർക്കും ഇതുവരെ വയറിളക്കം ഉണ്ടായിട്ടില്ല. ഓ, അമ്മച്ചി, അച്ഛനായിട്ട് തുടങ്ങിയ ഓർമ്മയാണ്. ഇന്നേ വരെ ഞങ്ങളുടെ പലഹാരം കഴിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി. ഇതേ തട്ടിപ്പ് ടീമിന്റെ സ്ഥിരം നമ്പറാണ്. അതിവിടെ ഓടൂല. വേഗം സ്ഥലം വിടാൻ നോക്ക്. തട്ടിപ്പല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ ആ പരാതി ഒന്ന് പിൻവലിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നടക്കൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് പോയി ചോദിച്ചാലോ? മോളെ ഒന്ന് തന്നെ ഞങ്ങള് മാപ്പ് പറഞ്ഞാലോ? എന്തിന്? മോക്കും കുടുംബത്തിനുണ്ടായ തൂറ്റലിന്. ആരും ചോദിച്ചിട്ട് കാര്യമില്ല, അവര് മൊത്തത്തിൽ തൂറി കിഴിവായിരിക്കുന്നത്. കുഞ്ഞട്ടോ, എന്റെ ചായ കുടിക്കാനാണേ. എടാ, നിന്റെ അപ്പം ഭയങ്കര സീരിയസ് മനായിരുന്നല്ലോടാ. പിന്നെ നിനക്ക് ഇവിടെ നിട്ടടേ വലിച്ച തമാശ. അപ്പന് പറഞ്ഞോണ്ടല്ലോ പോടാപ്പ.
വല്ല കാര്യം ഉണ്ടായിരുന്ന അല്ല അതുകൊണ്ടിപ്പം സീരിയസ് സീനിപ്പോൾ കോമഡി ആയില്ലേ? സീരിയസ് ആയിട്ട് ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ലല്ലോ. എന്നാ ചായ. കുഞ്ഞോട്ടോ, അതെ ഉണ്ണിയപ്പം ഇരിക്കണ്ടെങ്കിൽ താ, ഒന്ന് വയറിളക്കാനാ. ഞാൻ എവിടെ ചോദിച്ചാൽ മതി, സാധനം കിട്ടും. ആ ഉണ്ടാ എടാ, ഉണ്ടെങ്കിൽ താടാ. എടാ കാശ് എടാ. എന്തടാ ഒന്ന് അടങ്ങിയിരുന്നോ? അവിടെ ഇരുടാ. ഓന്റെ പക്ഷേ കൈനാറും വേണ്ട. ചേട്ടാ ഫ്രൂട്ട്സ് എടുക്കട്ടെ? ബാഗ് എടുത്തോ. വന്നിട്ട് കാണിച്ചു തരാടാ. ചായ സാരാന്നുള്ള കാര്യം നിനക്കൊന്നും അറിയാമല്ല. എടാ നീ ഒരു നിഷ്കുവായി പോകണ. ഞാൻ വിചാരിച്ച ചായ അവൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് 2 തൊഴി അവൻ്റെ നാവിക്കിട്ട് കൊടുക്കുന്നു. നീ എന്താ കാണിച്ചേ? എന്നിട്ട് വേണം അവൻ എന്നെ വാരിയെടുത്ത് തലക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത് ഫോണടിക്കുന്നു. അതെടി. ഹലോ. ആ വരാം. ഓ എന്താടാ? അടുത്ത ട്രോഫി. എന്നാ ഈ ചായ ഗ്ലാസ് പിന്നെ കൊടുക്കാൻ പാ. അത് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല കൊണ്ട്. ജപ്തിയായപ്പോ സമാധാനമല്ലോ. ജപ്തിയോ? ആ ജപ്തിയായിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇവനൊരു ജപ്തി താങ്ങാനുള്ള ശേഷിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. സാറേ ഇപ്പം എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി കൊണ്ട് ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവരിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. ആ പിന്നെ നിങ്ങളിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ. പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി എടുത്ത് ചിരിച്ചത് സാറേ. സാറേ പഴയ പോലെ ഒന്നുമല്ല സാർ. കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാജേഷേ. ആ സീനൊക്കെ കഴിഞ്ഞു. സാറേ പ്ലീസ്. നടക്കൂല രാജേഷേ. അതെ സാറേ. ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? ആ അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം. താങ്ക് യു സാർ. ശരി. ആ വാ, കയറി വാ. ഡാഷ കാശിനെന്ത് ഇവിടെ? ഒരു പിടിയുമില്ല. നമുക്ക് രാജിയോടൊന്ന് ചോദിച്ചാലോ? നല്ല പൊന്നു വാള, ഇപ്പൊ കിട്ടും കാശ്. അല്ല അവളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ ലോൺ എടുത്ത്. അപ്പൊ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം അവക്കുണ്ട്. ആ അങ്ങോട്ട് എന്നാ ഇല്ലാത്ത കടത്തിന്റെ കഥയും പറഞ്ഞ് അവള് നമ്മളോട് കാശ് വയ്ക്കും. അപ്പഴാ എടാ മുഴുവനല്ലടാ. ഇപ്പൊ ജപ്തി ഒഴിവാക്കാൻ 4 ലക്ഷം കിട്ടിയാൽ ഓക്കെ. അത് അവള് വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അത് നിന്റെ കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്താൽ പോരെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത ആളാണ് ലോൺ അടക്കാൻ പോണത്. നിങ്ങൾ നടക്കണ കേസ് വല്ലതും പറയാൻ ചേട്ടാ. എടാ ഒന്നുമില്ലേലും നിന്റെ കൂടപ്പുറപ്പല്ലേ. ഇപ്പൊ വല്ല മാറ്റം വന്നെങ്കിലാ ഒന്ന് പോയി ചോദിച്ചു നോക്കടാ. ആ എന്നാ പോയി ചോദിക്കാം. ആത്താണ് നമ്മളെന്ത് ചോദിക്കുന്നു? രാജി കെട്ടി കണക്കിന് കാശ് എടുത്ത് തരുന്നു, നമ്മൾ ബാങ്കി കൊണ്ടുവരുന്നു, എല്ലാം സോളാവുന്നു. അങ്ങനെയുണ്ട്. പിന്നെ രാജി കാശ് വരുമ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ടോ? നല്ലേ രാജേഷ്. ആ ഇവിടെ ഇരിക്കാണ് അമ്മ. ഇവിടെ വിഞ്ചേട്ടൻ എന്തൊക്കെയുണ്ട്? രാജി, ഇത് നമ്മുടെ ബോർവെൽ ഉണ്ടാക്കിയതാ. ചേട്ടാ വന്നേ. നിങ്ങളിപ്പോ വന്ന് നന്നായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ബാങ്കിൽ പോണേ. 5 മാസമായിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല. അല്ല രമേശൻ വിചാരിച്ച എന്റെ വിഞ്ചേട്ടാ പറയുമ്പോ ചേട്ടൻ ഗൾഫിലാണ്. പക്ഷെ കിട്ടണ കാശ് അവിടത്തെ ചെലവിന് തന്നെ തികയണില്ലെന്നേ. എന്റെ സ്വർണ്ണാണെങ്കിൽ മൊത്തം പണയത്തിലാ. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ലോൺ അടയ്ക്കായിരുന്നേ. കഷ്ടം. എടാ ഞാൻ വീട്ടിലേക്ക് വരായിരിക്കുന്നായിരുന്നു. നിന്റെ കാശ് എന്തെങ്കിലും ഇരിക്കണ്ടോന്ന് അറിയാൻ.
ഒന്ന് മറിച്ചാ മതി, ഞാൻ തിരിച്ചു തരാം. ആ തിരിക്കാം. ഞങ്ങളെന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ലടാ, ചായ അടിച്ചിട്ട് പോവാം. അത് വേണ്ടടി. മോള് വെച്ചോ. പിന്നെ 2 മാസം മുന്നേ നീ പറഞ്ഞത് സ്വർണം വിറ്റെന്ന, ഇപ്പൊ പറഞ്ഞപ്പോ അത് പണയത്തിലേ. നീ അടുത്ത തവണ പറയുമ്പോഴേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ, അല്ലെങ്കിലേ നീ നോണ പറയുകയാണെന്ന് വിചാരിക്കും. വരണ്ടായിരുന്നു. നിന്റെ പെങ്ങള് ഓസ്കാർ അയച്ചോട്ടാ. അതിലും വലുതാ. ആ ഞാൻ കുറച്ച് മുന്നേ കൂടെ വല്യമ്മച്ചോട് ചോദിച്ചേ ഉള്ളൂ, നിങ്ങളെ കണ്ടില്ലല്ലോന്ന്. ഇതെവിടെ പോയ ചേച്ചിയുടെ വീട്ടിൽ പോയാ? എന്റെ കൊച്ചേ വയറ്റിളക്കം പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഓ അല്ല, നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നോ? ഉണ്ണിയപ്പോ ഇന്നലെ നമ്മുടെ സുരേഷിൻ്റെ ഇത് മേടിച്ച് അയില കഴിച്ചിട്ടാണ്. അത് അമ്മോണി ഇട്ടതായിരുന്നു, അങ്ങനെ പറ്റിയതാ. അല്ല, നിങ്ങൾ ഇന്നലെ അവൻ്റെ ഇത് മീൻ മേടിച്ചതല്ലേ? ആ മേടിച്ചല്ലോ. എന്നിട്ട് ഇളകിയില്ലേ? ഓ എറിഞ്ഞു തോറ്റി അമ്മച്ചി. ഞങ്ങൾ കാലത്തൊട്ട് കക്കൂസിന്റെ വാതൊക്കെ കസരിട്ട് ഒറ്റിരിപ്പായിരുന്നു. ഒരു കണക്കിനാണ് എനിക്ക് ആശുപത്രി പോയത്. സെയിം ട്യൂ. അതെ, ഇനി തൊട്ട് സുരേഷിന്റെ ഇത് മീൻ മേടിക്കണ്ടാട്ടാ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് പോട്ടെ, പറ്റുന്നില്ല, വയറങ്ങോട്ട് ശരിയായിട്ടില്ല. അയ്യോ, അപ്പോ ഉണ്ണിയപ്പം കഷ്ടമായി പോയി. കൊച്ചച്ഛൻ ഇത് എവിടാണ്? 2 ആഴ്ചയായിട്ട് വരുന്നില്ല. ആണാ? ഈ പറഞ്ഞ ആണാണോ പെണ്ണാണോ? കൊച്ചു കള്ളാ. ഓ ഓ കൊള്ളാം. എന്ത് പറയാ, ട്രോഫികളുടെ താലപ്പൊലിയെന്ന് അറിയാലോ. അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി വന്ന് വിട്ടിട്ടുണ്ട്. ആ രാജിയുടെ കല്യാണത്തിന് ഞാൻ ലോൺ എടുത്തില്ലായിരുന്നോ, അതിപ്പോ ജപ്തി ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ 4 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ഈ വീടും പൂട്ടി സീല് വയ്ക്കുന്ന അവര് പറയണേ. എവിടെ നോക്കണുണ്ട്. ആ ഒരു സെക്കൻഡ്. ദിനേശ് ഏട്ടൻ ബ്രോക്കർ. ഇവിടെ ദാസേട്ടൻ. ഓ ചൈന. ദാസേട്ടാ, എന്തുണ്ട് ചൈനയിൽ വിശേഷങ്ങൾ? അടിപൊളി. ആഹാ, എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ? ഒരു രക്ഷയില്ലേട്ടാ, കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒളിച്ചോട്ടോടെ ഫാഷൻ. പിന്നെ കെട്ടാതെ നിൽക്കണ കുറെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഓരോരുത്തർ കൊന്നിട്ട് ജയിലിലും പോവും. ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളെ പോലെ വല്ല രാജ്യത്ത് ചുറ്റിക്കറങ്ങി നടന്നാ മതിയായിരുന്നു. ഒന്നും അറിയണ്ടല്ല, ഒറ്റത്തടി പരമസുഖം. നമ്മുടെ രാജേഷിന്റെ കാര്യം വല്ലതും നടക്കുക? ഒരുപാട് നോക്കണുണ്ട് ചേട്ടാ, ഒന്നും കൊണ്ട് നോക്കണില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോ റബറങ്ങാ പോലെ നിന്ന് പൊട്ടും. തന്നെ. അതെ, മതി മതി വെച്ചോ. ആ ശരി ശരി, ഗുഡ് നൈറ്റ്. മതി വിളിച്ചത്, തന്നെ കാര്യം പറഞ്ഞു. പെൺകുട്ടിയുടെ തലക്കുറി, തലക്കറിയാ? പെണ്ണിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. പോട്ടെ. അനുപമ അനില. അതെ. എൻ്റെ പൊന്നു ഷിബു ജോത്സരെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചേരില്ല എന്ന് മാത്രം പറയരുത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം സ്ത്രീധനം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ സംഗതി. പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ, പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? ശരി, ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജോത്സ്യത്തിനാണോ? ഏയ്, വെറുതെ ഒന്ന് നോക്കാനാ. നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. ദക്ഷിണ പറ്റില്ലായിരിക്കും. പോളോർന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു അയാൾക്കൊന്നും അറിയാൻ പാടുന്നത്. വെറുതെ സമയം കളഞ്ഞു. നീ വന്നേ വേറെ വണ്ടി എടുക്കല്ലേ. ഒരു മിനിറ്റ്. കൊച്ചച്ഛനാ? ആ കൊച്ചച്ഛാ. അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടേ. ആണാ? വേണ്ടായിരുന്നു. ഞാൻ അല്ലെങ്കിലേ കൊച്ചച്ഛന് കുറെ പൈസ തരാനുണ്ടല്ലോ. നീ ഇപ്പൊ തന്നെ കാശ് എന്റെ അക്കൗണ്ടിൽ തിരിച്ചയച്ചേ. അത് കൊച്ചച്ഛന് സങ്കടാവൂലേ?
അല്ല സന്തോഷം എനിക്ക് സന്തോഷമില്ല. നീ കൂടുതൽ വേഷം കെട്ടാണ്ട് ആ കാശെടുത്ത് വേഗം പോയി ബാഗ് അടയ്ക്കാൻ നോക്കണം. ഓ ഓക്കെ ഓക്കെ അപ്പൊ ശരി ഓക്കെ. കിട്ടിയതോ? പെട്ടെന്ന് ബാങ്കിലേക്ക് കിട്ടും. ഇവിടെയൊക്കെ ആകുമ്പോ ബോട്ടും വരും വഞ്ചിയും വരും. ये पूरा तुम्हारा प्रॉपर्टी है? അല്ലല്ല, ഇത് രണ്ടും മാത്രമേ എൻ്റെ ഉള്ളൂ. रास्ता तो है ना? उधर से इधर तक रास्ता है सब. अच्छा ഗാഡി ഓ പ്രോപ്പർട്ടി में വരും. अच्छा वो प्रॉपर्टी तक गाड़ी आएगा सब. എങ്ങനെയാണ് പരിപാടി? ए कन्नन इधर आ. मुझे ये प्रॉपर्टी तो पसंद आया, लेकिन ये सामने वाला भी जोड़ के देगा तो मैं लूंगा. बोलना. സിബി ചെമ്മീൻ കെട്ട് ഉള്ളിൽ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഈ പ്രോപ്പർട്ടിയും ചേർത്ത് ഒറ്റ പ്രോപ്പർട്ടി ആക്കിയാലേ കച്ചവടം നടക്കും. സാർ, അവിടം തൊട്ട് അങ്ങോട്ടാണ് എൻ്റെ സ്ഥലം. ഏ മേരാ നഹി ഹേ. कोशिश करो भाई, अगर हो गया तो नेक्स्ट डे डील करेंगे. എന്താ പറഞ്ഞേ? ഈ സ്ഥലം കൂടെ കിട്ടിയ അടുത്ത ദിവസം കച്ചവടം നടക്കും. ആ രാജേഷ് തരൂലെന്ന് നിനക്ക് അറിയാൻ പാടില്ലേ? നടത്തണം സിബി, അല്ലാണ്ട് നിന്റെ ഈ വഴിയില്ലാത്ത ചെമ്മീൻ കെട്ടിലെ കാര്യങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റുന്ന നിനക്ക് തോന്നണ്ട. സാർ ടീക്ക് ഹോ ജായേഗ. ओके भाई. ശരി സാറേ. ഇതുപോലൊരു പാർട്ടി നിനക്ക് കിട്ടത്തില്ല സിബി. എങ്ങനെയെങ്കിലും ആ ചെറുക്കരയിൽ സ്ഥലം എഴുതി മേടിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് വിളിക്കട്ടാ. ശരി. രാജേഷേ, ആ എന്തൊക്കെയുണ്ട് മോനെ? ഉള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കേട്ടത്. ഇത് വയറിളകിന്നോ ലൈസൻസ് പോയെന്നോ എന്താണ്? ചേട്ടനിപ്പോ എന്താ വേണ്ടേ? അത് നിനക്കറിയാല. നടപടിയാവില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞാണ്. എന്റെ രാജേഷേ, ബാങ്കിലെ കടം, ഡെയിലി പലിശക്കാരുടെ പിരിവ്, പിന്നെ കച്ചവടമില്ല, മൊത്തത്തിൽ വള്ളിക്കെട്ടാണ്. നിനക്ക് ഇതിന്നൊക്കെ ഒരു മോചനം വേണ്ടേ മോനെ? വേണ്ട. ഒത്തില്ല. രാഷേ എന്താണ് ഒരു പ്ലാനിത്? ബോർമ പോണേ പോട്ടാ. 10 രൂപയുടെ പെറോട്ടയും ഒരു ചൂണ്ടയായിട്ട് നീ ഇങ്ങോട്ട് വാ. ഇവിടെ സ്വർഗാടാ. ട്രേഡ് ഇല്ല, ഇൻസ്പെക്ഷൻ ഇല്ല. നിനക്ക് ഇഷ്ടമുള്ളപ്പോ പണിയെടുത്താൽ മതി. ആരും ചോദിക്കാനും പറ്റില്ല. ഒന്ന് പോ അവിടുന്ന്. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു ചൂണ്ട മാർക്കറ്റിംഗ്. വേണ്ട വേണ്ട, എനിക്കെന്താണ്? രാജേഷേ, എടാ പെങ്കൊച്ച് പരാതി പിൻവലിച്ചു. നിന്റെ ലൈസൻസിന്റെ ഹസ്ബൻഡിനെ മാറ്റിയിട്ടുണ്ട്. എങ്ങനെ? അതറിയാമല്ലോ, കുറച്ചു മുമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നെ വിളിച്ച് പറഞ്ഞതാ. നിന്നെ വിളിച്ചു പറയാം എന്റെ മൊബൈലിൽ ബാലൻസ് ഇല്ലായിരുന്നു. പവിത്ര നീ ഇന്ന് വനയ്ക്ക് പോയായിരുന്നാ? എടാ ഒരു 5 ചെമ്മീൻ തടാ, ചൂണ്ടിടാനാ. വാ നോക്കി നിൽക്കാതെ കട തുറക്കണ. ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ വെച്ച് തീർക്കണ്ട. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഇതൊക്കെ ചൂടപ്പം പോലെ വെക്കും. വന്നാ നീ വന്ന് നന്നായി. സ്റ്റോക്കൊക്കെ തീർന്നാണോ അല്ലേ? റിട്ടേണോ? ഇതെന്താണ്? ഒന്നും പോയില്ല, കൊണ്ടുവച്ച ഓരോന്നുണ്ടല്ലോ. നിന്റെ ബോർമ റെഡി ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം ആരും ഒന്നും മേടിക്കുന്നില്ല. നീ എല്ലാവർക്കും പേടിയ വയറ് കേടാവുന്നു. കാശ് കൊടുത്ത ആരെങ്കിലും വയറ് കേടാക്കാൻ തയ്യാറാവൂ? ചേട്ടാ, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഫുഡിന്റെ റിസൾട്ടും വന്നതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ പരാതി കൊടുത്തവര് പിൻവലിക്കുകയും ചെയ്തു. ആണോ? അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. അത് കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾ മേടിച്ചെന്നിരിക്കും. ഞാനും പ്രസ് ചെയ്യാന്നേ. അപ്പൊ ഇത് കൊണ്ടുപോകണമല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൂടി ചിലവാവില്ല. നീ വാരാശൊന്നും അപ്പം മാത്രമേ ഉള്ള കച്ചവടക്കാരനും. ഇവരെന്ന് വന്നാലും കുറ്റം അവരെ ഇവിടെ നിന്ന് മുടിഞ്ഞുള്ളൂ. ചീത്തപ്പേരായ സ്ഥിതിക്ക് പ്രൊഡക്റ്റിന്റെ പേര് മാറ്റി. ഇനിയിപ്പോ കച്ചവടം കിട്ടാൻ അതേ ഒരു നിവർത്തിയുള്ളൂ. ആ തമ്പി കുളവാക്കിയിലൂടെ കാശേ. ആ മാർക്കറ്റ് പിടിച്ചിട്ട് പൊട്ടിച്ചാലാ. ചേച്ചി, ആ മിച്ചർ കൂടെ കളഞ്ഞത്. എടാ രാജേഷ്, ഇത് കളയണാ? ഇതിരുന്നോളും. ഇരുന്നിട്ട് ഇപ്പൊ എപ്പോ വയ്ക്കാനാണ്? ഇനി പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടി വരുമ്പോൾ ഒരു സമയം എടുക്കും. ഇതാകുമ്പോൾ ഇവന്റെ പന്നി എങ്ങനെ നിന്നോളും. എന്നാലും ഇത് കളയണ്ട. കള ചേച്ചി. ഓടിയാന്നോ? അവളൊരു മദ്യവിരോധം. പരാതിക്കാർ വന്നേക്കണം. എന്താണ്? വയറിളക്കാനുള്ള ഉണ്ണിയപ്പം വാങ്ങാൻ വന്നായിരിക്കും അല്ലേ? അത്
എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ, ക്ഷമിക്കണം. ചേട്ടാ ക്ഷമിക്കണോന്ന്. ഒരാളുടെ കഞ്ഞിൽ മണ്ണ് വരച്ചിട്ട് ക്ഷമിക്കണോന്ന്. നല്ല കാമഡി. രാജേഷ ഞാൻ പോണ്ട. ഓരോരോ വാണങ്ങളെ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. മിസ്റ്റേക്ക് എടീ, ഒരാളുടെ അന്നം മുടക്കാൻ സുഖ, അത് കൊടുക്കാനാ പാട്. ഞാൻ പറഞ്ഞില്ലേ, അറിയാതെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു. അതിൽ കൂടുതൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് പോയി തരുമോ? കോപ്പ് പോ. ആ കൊച്ചിന് മാന്യത ഉള്ളോണ്ടാ അതിവിടെ വന്ന് നിന്നോട് മാപ്പ് പറഞ്ഞിട്ട് പോയത്. അതിനാ കൊച്ചിനെ ഇങ്ങനെ അപമാനിച്ചു വിട്ട് ഒട്ടും ശരിയായില്ല കേട്ടാ. ചേച്ചി എന്റെ സൈഡാണ് അവളുടെ സൈഡാണോ? ഞാൻ ന്യായത്തിന്റെ സൈഡാ. എന്തൊരു ഉടായ്പുണ്ടല്ലോ. നിന്നെ ഞാനേ ശരിയാക്കി തരാട്ടാ. രാജേഷിനെ കാലത്തോട്ട് ഇവിടെ അങ്ങ് കാണുന്നില്ല. എവിടെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടാ. അനന്താ എന്താ ആര് പലിശക്ക് കാശ് മേടിച്ച അന്തസ്സായിട്ട് തിരിച്ചു കൊടുക്കണപ്പാ. ആ നിനക്കും ബാധകമാണത്. ആ ഞാൻ നാളെ തരുമല്ല. ഏത് നാളെ? എല്ലാ ദിവസവും നാളെ ഉണ്ടല്ലോ. ഇതെവിടെ എന്റെ പൈസ? നാളെ തരാ. ഇതിപ്പോ ഒരാഴ്ചയായിട്ട് നാളെ നാളെ എന്നല്ലേ നീ പറയണത്? ഞാനിതാ ഇങ്ങോട്ട് താമസം മാറണോ? വേണ്ട, നാളെ ഉറപ്പായിട്ട് തരും. ഓടരുത്, ഓടാൻ വയ്യ. രാമേട്ടോ, രാമേട്ടൻ പണ്ട് വെള്ളത്തിൽ മുങ്ങിയ കരിമീനൊക്കെ പിടിച്ചിട്ടില്ല? പിടിച്ചിട്ടില്ല, കുത്തിയെടുത്ത്. പറഞ്ഞില്ലേ രാമേട്ടൻ പിടിച്ചിട്ടുണ്ട്. ഒരു ഈ വീതി എന്തി നീളമുണ്ട്. കരിമീന ആടാ, ഞാൻ ചൂണ്ട വെള്ളത്തിലോട്ട് ഇട്ടതും തൊട്ടടുത്ത് അവൻ അങ്ങോട്ട് പൊങ്ങി. അപ്പൊ തന്നെ കൊടുത്തു അവന്റെ കുഞ്ചു കിഴുക്കിട്ട് കുത്തോറണം. എവിടെയിട്ട്? എടാ കുഞ്ചിക്കുഴി ഏതാണ്ട് ഇവിടെയായിട്ട് വരും. ആഹാ, ഊഞ്ഞാലാട്ടിയതാണല്ലേ? ആ ഇവിടെ കാശ് റെഡിയായ പിന്നെ സെറ്റ്. അടുത്ത മാസം തരാട്ടോ. അതന്നെ എനിക്ക് കോളേജ് ഫീസ് അടക്കാനുള്ള. പുതിയ വണ്ടിയാ? ഇന്ന് കാലത്ത് കിട്ടികള് എങ്ങനെയുണ്ട്? അവൻ 2 ദിവസം ശമ്പളം. ഈ ഫുഡ് ഡെലിവറി പരിപാടിയൊക്കെ സെറ്റപ്പ് അല്ലേ? പിന്നല്ലാണ്ട് കളിക്കണ കളിയാണോ? വേറെ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, 12,000 രൂപ ഒപ്പിക്കാം. പക്ഷേ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല. അതിനെന്താണ്, ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോവാ പഠിക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോ ഈ ബൈക്ക് വേണ്ടേ? അതിനെന്താണ്, എന്റെ പഴയ ബൈക്കില് എടുത്തു. ഒരു കൈ നോക്കാല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നീ വിട്ടോ. എടാ ഇനി 2 ദിവസം കൂടി ഉണ്ടല്ലോ, ബാക്കി ഇനി എന്നാ? ചേട്ടാ ഞാൻ നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തന്നില്ലേ. ഞാൻ എവിടെയും പോണില്ല, ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി തരാം. തന്നം തരും. അയാളുടെ ഒരു കാര്യം വേണ്ട വേണ്ട. നമ്മുടെ ആ തെക്കേതിലെ ജോമോനോട് പറഞ്ഞിട്ടൊരു വിസ സംഘടിപ്പിക്കാം. എന്നിട്ട് കുറച്ച് കാണുന്ന ഗൾഫിൽ ചെന്ന് അവിടെ ചെന്ന് നല്ലൊരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാശുണ്ടാക്കാം. ആ കാശ് കൊണ്ടുള്ള കടമെല്ലാം തീർത്തിട്ട് ബാക്കി കാശ് തൊട്ട് ഇങ്ങോട്ട് വന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ലൊരു ബിസിനസ് നമുക്ക് തുടങ്ങണം. ഗൾഫിൽ പോയി അടിമപ്പണി എടുക്കാനാ ഞാനാ? എൻ്റെ പൊന്ന് വിഞ്ചേട്ടോ, ചെറുതാണെങ്കിലും ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, അത് നിങ്ങൾ മറക്കരുത്. പിന്നെ പ്രശ്നങ്ങളൊക്കെ ബിസിനസ്സിൽ പതിവാണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നവൻ ഒരു ദിവസം വിജയിക്കും. എൻ്റെ ദിവസവും വരും. നിങ്ങൾ നോക്കൂ. ഈ കപ്പുറത്തും കാവറത്തും പറ്റിട്ടില്ലേ നടക്കും. കാശ് കടം ചോദിക്കരുത്, 10 പൈസ എൻ്റെ കയ്യിൽ. അല്ല അതിനല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ. എന്ത് കാറാ? അല്ല ബൈക്ക്. ബൈക്കാ? പഠിപ്പിക്കാല്ല. ഞാൻ ഈ ഫുഡിയുടെ പരിപാടി ഒന്ന് സെറ്റ് ആക്കി. അതിനാണ് എടുക്കുമ്പോ 2 എടുക്ക്, അപ്പൊ ഒറ്റ മെനക്കേടി പരിപാടി കഴിയും. കാശില്ലാ പോണ്. വേണ്ട, തൽക്കാലം 2 മാത്രം മതി. ശരി.
അതെ, ഈ ടീച്ചർ എവിടെയാ? ഇതാ അവിടെയുണ്ട്. ആ. ഇവളാ. കേറിക്കോ. ക്ലച്ച് പയ്യെ വിടണേ. അതെ, നേരെ. ഹലോ, എന്തേ? ഗ്രൗണ്ടിലോട്ട് വരാൻ പറഞ്ഞു. ഓ, താനാണല്ലേ ആശാൻ പറഞ്ഞ പുതിയ സ്റ്റുഡന്റ്. മര്യാദക്ക്. ഹലോ, വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഇങ്ങോട്ട് വരുമോ? നേരെ നേരെ. ഇത് ഒഴിഞ്ഞു പോണം. 4 വീലറിന് പോകേണ്ടവരൊക്കെ പൊക്കോട്ടാ. അപ്പൊ ഞാനാ? താ ഇവിടെ നിക്ക്. ക്ലച്ച് ഓഫ് ചെയ്യ്. ഇറങ്ങിക്കോ. ഇത് ക്ലച്ച്, ഗിയർ, ആക്സിലറേറ്റർ, ഇവിടെ ബ്രേക്ക്. ഇതൊക്കെ എനിക്കറിയാം. എന്നാലും പറയും, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഓ, പിടിച്ചോ. മാറി. അല്ല, എങ്ങോട്ടാ? വണ്ടി ഓടിക്ക. ആദ്യം തള്ളി പഠിക്ക്. എനിക്ക് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനാ ടീച്ചർ. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എന്നാ പിടിച്ചോ, തള്ളിക്കോ. ഒറ്റയ്ക്കോ? തള്ളടോ. നല്ലോണം തള്ളു. നല്ലോണം തള്ളങ്ങോട്ട്. എന്റെ പൊന്നെ, ഇന്നേ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പോയ ചെന്നിത്തല പോലെ ഇരുന്നേച്ചു. എന്താ ചിരിക്കാത്ത? ഓ, എനിക്കതിന് വലിയ കോമഡി ഒന്നും തോന്നിയില്ല. കൊച്ചു നമ്മൾ കാരണം അവനല്ലേ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോ പകയല്ല വേണ്ടത്, ഹെൽപ്പ്. ടീച്ചറെ, ചേച്ചി. ഓ, ആ രാജേഷ് ഇല്ല അവിടെ? അറിഞ്ഞില്ലേ? എന്ത് പറ്റി? ഹെൽത്തുകാർ വന്നേ എല്ലാം പൂട്ടിക്കെട്ടി. ഇപ്പൊ വലവലിക്കില്ല പണി. കണ്ടക്കളവിലെങ്ങാനും കാണും. അവിടെ വേറെ ആരുമില്ലേ? അവന് തന്നെന്തെല്ലാം ചെത്തിട്ടേ കൊറേ നാളായി. നീർക്കൂണൻ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ്. ഇങ്ങ് വന്നേ മോനെ, ഇങ്ങ് വാ. പലഹാരം ഉണ്ടാക്കലൊക്കെ നിർത്തിയോ? കമ്പനിക്ക് ചീത്തപ്പേരായതുകൊണ്ട് കച്ചവടം തൽക്കാലത്തേക്ക് നിർത്തി. അതുകൊണ്ട് ബോർമ കൂട്ടി വൈകാതെ പുതിയ പേരിട്ട് തുടങ്ങും. തുടങ്ങണം. കൈപുണ്യം അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. മനസ്സറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്നവനും കൊടുക്കുന്നവനും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല കാലം വരും മോനെ. പറഞ്ഞു മാപ്പ്. പിന്നെ എപ്പോഴും ഞാൻ മാപ്പൊന്നും പറയൂല. ഓരുന്ന വഴിക്ക് എല്ലാം സമ്മതിച്ചാണേ. പറയടി. സോറി, ഞാൻ ഇനി വണ്ടി തള്ളിക്കില്ല. നാളെ തൊട്ട് ക്ലാസ്സിന് വരണം. എല്ലാം ഒന്നേ നമ്മൾ തുടങ്ങാം. ഒറ്റയ്ക്കാന്ന് വിചാരിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പറയട്ടെ, ചായലല്ലോ കാപ്പിയല്ലേ ഇത്? വേണ്ട, പറഞ്ഞോ. തനിക്ക് ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കാൻ പറ്റുമോ? ലൈവായിട്ടോ? ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ തനിക്ക് ഒരു വരുമാനം കൂടെ ആയില്ല. നോക്കാല്ലേ? തെരേസാ, ചായ എടുക്കട്ടെ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ കുടിച്ചോളൂ. കുടിച്ചില്ല മോളെ, വെറുതെ പറയണേ. 2 ചായ എടുത്തു. ചായ എടുക്കാം. എവിടെ മമ്മി 2 ചായ.
അതെ, എന്താ ഉദ്ദേശം? എന്ത്? അല്ല, വീട്ടിൽ വിളിക്കുന്നു, ചായ കൊടുക്കുന്നു, ജിലേബി ഉണ്ടാക്കുന്നു, എന്താണ്? പോ അവിടുന്ന്. ബോർമയൊക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതായിരുന്നു. ആ, ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോ കൊണ്ടുവന്ന് തരണേ. തരാം. മേടിച്ചടാ, ആദ്യത്തെ കഴിഞ്ഞിട്ടല്ലേ? താങ്ക് യു. അടുത്ത ഫംഗ്ഷന് ലൈവ് ജിലേബി ബുക്കിംഗ് ആയിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതിയാണ്. നോട്ട് ചെയ്ത് വെച്ചോ. അടിപൊളി, അപ്പൊ സംഭവം ഹിറ്റായി. അതെ. ഒരു സെക്കൻഡ്. ഉഷേച്ചിയാണ്. ഉഷേച്ചി, വരാം. എന്താ പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിലോട്ട് അല്ല. അല്ല, അവിടെ അപ്പലങ്ങാനും കാഞ്ഞു പോയോ? അങ്ങനെയാണ്, നിങ്ങളല്ലേ വിളിക്കുള്ളൂ. അല്ല, എനിക്ക് മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ തലകറങ്ങും. എന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാനല്ലോ, നീയല്ലേ കേട്ടോ. അപ്പൊ ശരി. അല്ല, ചായ വേണ്ടെന്ന് പറയാം, ഇച്ചിരി അത്യാവശ്യമുണ്ട്. പെണ്ണുമ്പിള്ള വിളിച്ചേ. ശരി, എന്നാ പോട്ടോ വെച്ചേ. ഞാൻ വിളിക്കാം. എന്നാലും അത് എന്നായിരിക്കും? വീഡിയോ എടുക്കണ ഇതൊന്നും പോരെ? വേണ്ട അല്ലേ? രാജേഷേ, എടാ വന്നേ. എന്താണ് പറയാം. ആര് പറഞ്ഞു? മിണ്ടാതിരിക്കും. ഉഷേച്ചി, എന്താ പറ്റിയേ? പറയാം. ഒന്ന് മാറിക്കണോ? ഗുണ്ടായിസോ വരാന്തേല് ലാമ നമുക്ക് വീണ് മാറിപ്പോയ. രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞു, പിന്നെ ഫ്രം ചൈന എന്നും പറഞ്ഞു. ആരാ എന്താന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലായില്ല. ചേച്ചി എന്താ ചോദിച്ചേ? യാര് എതുക്ക് വന്നേ, എപ്പടി വന്നേ, അപ്പടി എല്ലാം കേട്ടാച്ച്. തമിഴ് പറഞ്ഞാൽ അവർക്ക് വല്ലതും മനസ്സിലാവൂടി? എനിക്കറിയാവുന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ബിഞ്ചേട്ടാ, ചോദിക്കാം. ആരാ യു? ആരാ? രാജേഷ്? രാജേഷ്. Hi, I am Seng Chong from China. എന്താ ഇവിടെ? വാട്ട്? I'm your Kochi-chan's friend from China. കൊച്ചച്ഛൻ ഫ്രണ്ട്? Yes. കൊച്ചച്ഛന്റെ കൂട്ടുകാരിയാണ്. കൊച്ചച്ഛന്റെ കൂട്ടുകാരിയാ, ചൈനന്ന് വന്നാ. കൊച്ചച്ഛൻ എവിടെ? നാട്ടുകാർ കണ്ടി വിടാൻ പറയടി. അമ്മ പുടി വിടുക. നിങ്ങളെ ഞാൻ കാണിക്കാം. പേര് പറയാൻ എന്തിനാ കറിയുന്നേ? എന്താന്ന് വെച്ചാൽ ചോദിക്കണേ എന്താ പറ്റിയെന്ന്. അല്ല, നീ എന്തിനാ കാണിച്ചോ? ഇല്ല. ഇതിനു മുമ്പ് കരച്ചിൽ തുടങ്ങിയ ചൈനന്ന് കൊച്ചത്തിന് അച്ചാർ കൊടുത്തു വിട്ടാ. ഇത്രയും കൂടെ കരഞ്ഞതിനെത്തിനാ? എന്ത് പറ്റി? വാട്ട് പറ്റി? It was a cardiac arrest. He's dead. കൊച്ചച്ഛൻ മരിച്ചാ? കൊച്ചു മരിച്ചു. Before his death, he wanted only you to immerse his ashes in the river. And that's why I came. That means... മീൻ മേടിക്കണം. Shut up, ചേട്ടാ. മീൻ മേടിക്കണമെന്നല്ലേ പറഞ്ഞേ? രാജേഷേ, വാടാ ഭക്ഷണം കഴിക്കാം. വാടാ, വാ കഴിക്കാം നമുക്ക്. എടാ പിന്നെ ആ പെങ്കച്ചനോടും വിളിക്കാം, ഒന്നിച്ചിരുന്ന് കഴിക്കാം. വിളിച്ചോണ്ടോ? ഫുഡ് റെഡി.
ബാ. Rajesh? 1 second. It was the only thing he kept wherever he went. Yeah, it's yours. You will be fine. അതെ നീ വെച്ചോ അതെ ജോത്സ്യര് വന്നു കൂട്ടുവന്നോട്ടാ ജോത്സ്യരെ ഒന്നും കൂടെ ഒന്നൊരു കാര്യം പറയട്ടെ. എന്താണ്? ഓ ഇങ്ങോട്ടോ അവിടെ ഒന്ന് അമാര് കേൾക്കും. അതെ ഡാഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാല, അവൻ സാമ്പത്തികപരമായിട്ട് മൊത്തം പൊട്ടിയിരിക്കണേണ്. അതുകൊണ്ട് പുഴക്കരയിൽ വെച്ചിട്ട് ചെറിയൊരു കർമ്മം നടത്തി അസ്ഥി പുഴയിൽ എടുക്കുന്ന ഒരു കണ്ടീഷനിൽ പിടിക്കണം. സഞ്ജയന മടിയന്ത്രം 40, പഞ്ചമി ദോഷം ഉണ്ടെങ്കിൽ അതിന് കർമ്മം വേറെ ചെയ്യണം. പിന്നെ ഗണപതി ഹോമം, ഭഗവതി സേവ, ഒരു 1.5 ലക്ഷം രൂപ. ആഹാ, അന്ന് നാട് നോക്കാൻ പോലും നീയൊക്കെ എന്താണാ പറഞ്ഞത്? പറ്റില്ലെഴുതിക്കോളാം. അതൊരു തമാശ പറഞ്ഞല്ലേ ക്ഷമി. തമാശ? ജ്യോതിഷം ശാസ്ത്രമാണ്. അതിന്റെ മുമ്പ് തമാശ കളിച്ചാലേ പണി കിട്ടും. ജോത്സ്യരെ ഇപ്പൊ പണി കിട്ടാതിരിക്കാ ഇപ്പൊ എന്താ? ഇന്നത്തെ ദക്ഷിണ ഡബിൾ ആക്കി തരാം. വേണ്ടെങ്കിൽ വേണ്ട, സമ്മതിച്ച് തരാം. അതിനെ കാശ് പോവാൻ നേരത്തിന് തരാന്ന്. വേണ്ട വേണ്ട, അന്നത്തെ പോലെ പറ്റിയിരിക്കാല്ലേ കയ്യിൽ വെച്ചാ മതി. അവിടെ നിൽക്കി തരാം. എന്നാ കൊണ്ട തിങ്ങ. പരേതന്റെ പേരും ജന്മനക്ഷത്രം എന്താ? പേര് ദാസൻ. നക്ഷത്രം? നക്ഷത്രം അറിഞ്ഞൂടാ. നക്ഷത്രം ഒന്ന് ഓർത്തു നോക്കി. അശ്വതി ഭരണി കാർത്തിക. കാർത്തിക ആ കൊച്ചച്ഛൻ്റെ നക്ഷത്രം കാർത്തിക എന്ന് നേരത്തെ പറഞ്ഞാണ്. ഞാനപ്പോ പറഞ്ഞാണ് കാർത്തിക. അപ്പൊ ദാസ് കാർത്തിക. മരണ നക്ഷത്രം? Which star he dead? What? His dead star. Dead star? What's that? ഇയാളുടെ ഡെഡ് സ്റ്റാറേ മരണ നക്ഷത്രം ഏതാ കൊച്ചേ? ദാറ്റീസ്. ദൈവമേ, ഇതിനോട് എങ്ങനെയാ പറയാ? മരിച്ചെന്നാണ് ചത്തതേ. Do you remember the date of death? It's required for the after death ceremony. Yeah, he died on 20th April. ഏപ്രിൽ 20 മരിച്ചതെന്ന്. ഏപ്രിൽ 20. അപ്പൊ സമയം ടൈം? I don't know. When I reached here, he was already dead. ഇയാള് ചെന്നപ്പോഴേക്കും മരിച്ചു കിടക്കുമായിരുന്നു. ഓ, അപ്പൊ ടൈം ഇല്ലാതെ നോക്ക. ആ ദക്ഷിണ ഇങ്ങോട്ട് തന്നോളൂ. ദക്ഷിണ ഇത് വേറെടാ. ശനി, ശുക്രൻ, രാഹു, കേതു എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, നല്ല മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദോഷവും ഇല്ല. What did you just say? Death is good. Good death. Good death? ആ, ഡെത്ത്. ഒന്ന് പോകച്ചവിടെ. രാജ്യത്തിന് പുറത്ത് വെച്ച് മരിച്ചത് കൊണ്ടും ഇത്രയും ദിവസം ആയതുകൊണ്ടും സഞ്ജയനാദി കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല. അതുകൊണ്ട് കടവിൽ വെച്ചൊരു പൂജ ചെയ്ത് ചിതാഭസ്മം പുഴയിൽ ഒഴിക്കാൻ മതി. ഓ, അത് മതി. അത്രേ ഉള്ളു കാര്യം. കർമ്മ ഇപ്പൊ ചെയ്യണം? നാളെ ചെയ്യാം. ഒരു 10-നും 11-നും ഇടയ്ക്ക് കൊടുക്കാം. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, താ ശ്രദ്ധിച്ചിരുന്നാ മതി. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനെ മനസ്സ് വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക. റോൾഡ് ഗോൾഡാ.
രാജി ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ് ആക്ടിങ് ഉണ്ടല്ലേ, ആക്ടിങ്. ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താണെന്നറിയോ? ടാക്സ് പൈസയൊക്കെ പേടിച്ചിട്ട്. ചേച്ചി ഇപ്പൊ തന്നെ വൈകി, ഞാൻ പിന്നെ വരാട്ടാ. ആ ഡാ ഇനി ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. ആ മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരസൊക്കെ എവിടെ? അവര് കഴിക്കണം. ആ തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ? തെരേസയോട് ഒന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ വെഞ്ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവളൊരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളൂ. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ പോരെ? ആ അതിപ്പോ ചോദിച്ചോളൂ. രാജേഷേ, ആ എന്തായി മറ്റേ ചോദിച്ചാ? പറയാം. കൊച്ചച്ചൻ കാശുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാ? ആ ഉണ്ട്. എത്ര? അത് പലപ്പോഴായിട്ടൊരു 8 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അത് ഇവളുടെ മേടിച്ചിട്ടാ. ആണോ? ആ കാശ് തിരിച്ചു മേടിക്കാൻ കൂടിയിട്ടാ ഇവളിങ്ങോട്ട് വന്നേക്കണേ. അത് കൊടുത്തില്ലെങ്കിലോ? ഇവള് പോവില്ല. തനിക്ക് ഞാൻ തവിടില്ല. അപ്പൊ ദേ വന്നേക്കണ സണ്ണിക്കുട്ടി. എന്താ കഥ എന്ന് പറ. തരാം, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് തരാം. നൗ ടൈറ്റ്. ഇത്ര ടൈറ്റില്ല. ഓക്കെ. ഓ ഓക്കെ. യാ ഫൈൻ. ഓക്കെ എന്നാ പോ. ഓക്കെ ലെറ്റ്സ് ഗോ. Is saying here to keep the money at the supply. ഇവിടുത്തെ ട്രോഫി ഒന്നും പോരാഞ്ഞിട്ടാ ചൈനയിൽ നിന്ന് ഒരെണ്ണം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ, ചാണക്കറി കൂട്ടി തന്നെ ചോറ് നിന്നും വീട്ടിൽ കൂടാം. എടാ രാജേഷേ, ഞാൻ ഇത്ര നല്ല പാട്ടൊക്കെ പാടിയിട്ട് നിനക്കെന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത്? പ്രതികരിച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ തല്ലണ്ടി വരും. മൊത്തത്തിൽ ഊഞ്ചലാണ്. അതിനിടയിൽ എന്തിനാ രാമേട്ട നല്ലൊരു പാട്ട് ഇങ്ങനെ പാടി വെറുപ്പിക്കണത്? നീ കേക്കട്ടോ, ഞാൻ പാടും. പാടി വളക്കൊട്ട ചൂരക്കൊട്ട ചീരക്കെട്ടും പൂരപ്പാട്ടും ചെമ്മിങ്കിലും മേടിപ്പെണ്ണേ നിന്നെ കാണാൻ എന്ത് ഗന്ധം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ. രാജേഷേ, ഞാൻ മൂന്നമ്പക്കിലൊക്കെ ഉണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയാളോടൊക്കെ പോയി പറയാൻ പോണത്? എടാ വക്കീല് ചോദിച്ചു ചൈനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നേക്കണെന്ന്. അത് കൊച്ചന്റെ അക്കൗണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. അതെ. എടാ നീയും ചൈനക്കാരായിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കേസ് നിലനിൽക്കൂലെന്ന് പറഞ്ഞ മനസ്സിലായ? പക്ഷേ ഈ മാനുഷികമായി നോക്കുമ്പോ മാനുഷികമായിട്ട് കൊടുക്കാൻ നിന്റെ കാശുണ്ട്? അതില്ല. ആ അപ്പൊ ഒരു കാര്യം ചെയ്യേ, സന്തോഷമായി നീ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുമായിട്ട് കമ്പനിയായി അവളോട് നിന്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയുക. അപ്പോ എന്നിട്ട് അവള് പറയും, ഹൈ രാജേഷ് ഹൈ രാജേഷ്, എനിക്ക് കാശ് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എന്നിട്ട് അവള് പോക്കറ്റിൽ നിന്ന് കുറച്ച് ചൈനീസ് പൈസ എടുത്ത് ചക്കാൻ തിന്നു. എന്നിട്ട് അത് നിനക്ക് തന്നിട്ട് തോളത്തിനടുത്ത് തട്ടിട്ട് പറയും, ഗുഡ് ബൈ രാജേഷ്, കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അവൾ അങ്ങനെ തിരിച്ചു. എങ്ങനെയല്ലേ? ശരിക്കും പിന്നല്ലാണ്ട് ആടാ. അതല്ലേ? കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇടപെടി സംസാരിക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടാളും ഒറ്റയ്ക്കാണേ, മുറിക്ക് കഥയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഉൾഗ്രമത്തിൽ നിന്നും ഇങ്ങനെ വല്ലതും ആയിപ്പോയാ മാറി പന്നച്ച കോണച്ച ഉപദേശം തന്നിട്ട് കോപ്പന്റെ പാട്ടായിരുന്നല്ലോ. അല്ല ചുമ്മാ പറഞ്ഞ.
വല്ലതും കിട്ടണ ദൂരി നിനക്ക് കിട്ടിയില്ലേ? ഓടാ മൈലാണ്ടി. എന്താ നടുവേനാണ്? നിങ്ങളെ വണങ്ങിയതാണ്. ചൈന സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചൈന സിനിമ നീ കാണാറുണ്ടോ? പിന്നെ പീസ് ഇല്ലാത്തത്. പീസാ? ഒന്ന് പോ മനുഷ്യ. രാജേഷേ, നീ പാചകമൊക്കെ തുടങ്ങിയല്ല? പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് രുചി പിടിച്ച് പോയാലേ പിന്നെ എല്ലാ ദിവസവും വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇതാ ലാഭം. ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി. രാത്രി ചൂടാക്കി കൊടുക്കാം. കല്ല് പോലെ ആവും അത്. കലപ്പാന്ന് പറഞ്ഞു കൊടുക്കാം. പുട്ട് ബനാന പൊളിക്കുക, കുഴയ്ക്കുക, കുതിക്കോ ബ്രേക്ക്ഫാസ്റ്റ്. ഈ വീടൊക്കെ വല്ല മെനയായിട്ടില്ല. വെള്ള പണിയാ ഇവക്കെന്തോ എനിക്ക് സഖാവാ. കവളപ്പാറ ഉരുൾപൊട്ടല് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എടാ ഇതല്ലേ നമ്മുടെ ചൈനക്കാരി? പവിത്രൻ സഖാവ്, അവർ നെയ്ബർ ആൻഡ് ലോക്കൽ കമ്മിറ്റി. വെറും ലോക്കൽ. കണ്ടോടാ, ചൈനയിലെ സഖാക്കന്മാര് പാർട്ടി ലോക്കൽ സെക്രട്ടറി കാണുമ്പോൾ കാണിക്കുന്ന ബഹുമാനം കണ്ടോ? നീയൊക്കെ കണ്ടുപിടിക്കേ. ഇതൊന്നുമല്ല, ഇത് വയസ്സായ ആൾക്കാർക്കാണ് ഇവളെങ്ങനെയല്ലേ? ഞാൻ ചെറുപ്പക്കാരാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തടാ. This old man is young. നീ ഉള്ളി ഇരിക്കും വേണ്ട. ഇനി കൽത്തുകാർ ഉണ്ടാക്കാൻ വരുമ്പോൾ നീ വിളിക്കുക കേട്ടോ. നല്ലൊരു മനുഷ്യനെ കളിയാക്കുന്നത്. എന്താ കോമറേഡ്? സോറി. താങ്ക് യു. പ്ലീസ് സിറ്റ്. ഇപ്പം വേണ്ട, നോ ടൈം. What is your name? What is your name? നല്ല പേര്, വിളിക്കാൻ എളുപ്പമാ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് ഈ ചൈനയിലെ പാർട്ടിയുടെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചറിയാനുണ്ട്. നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുമായിട്ട് വരാം. ദിസ് രാജേഷ് പോരാ. ഇപ്പോ ഞാൻ ഗോയിങ്. അതെ, സീ യു, കാണാം. എടാ ഒന്നൊന്ന് യുനോ പക്ഷേ എടാ ഇവള് എപ്പോഴാ പോണേ? ഇവള് കുറച്ച് പയ്യേ ഉള്ളൂ. ആണോ? അങ്ങനെ നമ്മുടെ രമണ ദർശനത്തിന് ഇവളെ കൂടെ പങ്കെടുപ്പിച്ചാലോ? അല്ലടാ, ഒരു ചൈനീസ് സഖാവിനെയൊക്കെ പാർട്ടി മീറ്റിംഗ് പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു വെയിറ്റ് ഇല്ലടാ. അല്ലേ? അല്ല രാജ, എടാ ഞാൻ അതുകൊണ്ടല്ല. എടാ ഞാൻ പറഞ്ഞത് നാട്ടുകാർ ഇവൻ ഈ എന്ത് സഖാവ് പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കാം. ഡിന്നർ ഉണ്ടാക്കാം. ചൈനീസ് കപ്പ ആൻഡ് ചൈനീസ് പച്ചച്ചമ്മന്തി. ആ പാത്രം കൊണ്ട് എടുത്തോ. John, yes, she has good experience. Are you a Chinese citizen? Yes, ma'am. And why didn't you travel to US from China? Sir, I got some work here, and only after arriving here, I decided to move to US. Okay, so we will look through your documents and get back to you. Okay, sure. Thank you. Okay. നമുക്ക് സ്ഥലം മാറ്റി പിടിച്ചാലോ മച്ചാനെ? ദേവള് അച്ചായിനക്കാരി ഇവള് മാർക്ക് ഇന്ത്യക്കാരന്മാർ ഇഷ്ടമാണെന്നാണ് കേൾക്കണത്. മറ്റേ കാര്യത്തിന് ഒന്ന് മുട്ടിയോക്കെ കിട്ടും. What do you want? വേണ്ട എന്നാന്ന് ഞാൻ പറയാടി.
രാജേഷ് ദേ വന്നെ. ഇതല്ല പരിഷ്കാരിയാണ്. ഉടണ്ട നല്ല മുന്തിയനാണ്. ഏയ് ഞാനില്ല, ഞാൻ വർക്കിന് പോകണം. നീ പോണേ പോകൂ. നിങ്ങൾ അടിച്ചോ. എനിക്ക് എന്ത് വേണം? എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്ക്. ആ തരാം. ഞാനും എന്നൂടെ നീ വരുന്നവരെ ഇവിടെ മിണ്ടിയും പറഞ്ഞിരുന്നോളാം. അല്ല മുത്തേ. ചെങ്ങനെങ്ങാണ് പോയി ബാഗ് നോക്കി. Someone tried to hurt me. ആന്ധ്രയാണോ പോയെ? ആരോട് ചോദിച്ചിട്ട്? ഹലോ. Rajesh. യെസ്. Rajesh. എന്ത്? Someone tried to hurt me. എന്ത്? Nobody understands me here. അതെ, someone tried to hurt me എന്ന് വെച്ചാൽ എന്താടാ? വെള്ളം കൊണ്ടുപോടാ. ആ, അവളങ്ങനെ തപ്പത്തില്ല ചോദിക്കണം മച്ചാനെ. എവിടാ നിന്റെ ചൈനക്കാരി? എന്താണ്? അവിടെ നിന്ന് എന്നെ വെറുതെ ചവിട്ടി. അതെന്തിനാണെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. ചവിട്ടിനുണ്ടെങ്കിൽ തക്കതായ കാരണം കാണും. ആ കാണും. അത് ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. വീട്ടിൽ കയറണ്ട. നീ എന്റെ കൈ വെറുതെ മെടുക്കെടുത്തരുത്. വീട്ടിൽ കയറാൻ പറ്റൂല. കോളറി പിടിക്കുന്നുണ്ടോ? ശരിയാക്കി എന്തിനാണ് എന്റെ ഫോൺ ഇതൊക്കെ ഞാൻ രാജേഷ് വീട് കിടക്കുന്നത്. അല്ല എങ്ങനെയാണെന്നും കൊടുത്താ I have no other way. എന്താ വേറെ നിവൃത്തിയില്ലായിരുന്നു. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അല്ല അത് ഈ സിറ്റുവേഷൻ വെച്ച് ഊച്ചു പറഞ്ഞാ ചോദിക്ക. ആക്രമണത്തിന് പ്രത്യാക്രമണം. സഖാവ് മാവോട് അതേ രീതി. Thank you. ഇനി ഈ പെങ്കൊച്ചിന്റെ പരിസരത്തങ്ങനെ നിന്നെ കണ്ട കാപ്പ മുത്തേനകത്താകും. എന്തിനാടാ? എന്നിട്ട് വേണം പോളോ മക്കളെ. എന്നിട്ട് എടുത്തോണ്ട് പോടാ പോടാ. ചൈനയുടെ അതിന്റെ കളി. ജാക്കി ചായന്റെ പടം കണ്ട പോലെ ഉണ്ടായിരുന്നു. ചൈനീസ് ആക്കന്മാരെ നീ കണ്ട് പഠിക്കേ. ഡി, നീ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ നിർത്തിയോ? ആ നിർത്തി. നിനക്കേ അഹങ്കാരം അഹങ്കാരം. പിന്നെ ഞാൻ ജീവിതകാലം മൊത്തം ഡ്രൈവിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കണ? ആരും അറിഞ്ഞിട്ടാ പോയത്? ഞാൻ പറഞ്ഞിട്ടാണോ? നീ തീരുമാനിക്കുന്നു, പോകുന്നു. ഇൻഫോ പാർക്കിലെ നല്ല ഒന്നാം തരം ഒരു ജോലി അളഞ്ഞിട്ട് അവൾ വെബ് ഡിസൈനിങ് എന്നും പറഞ്ഞു പോയി. തുടങ്ങി. എന്നിട്ട് അവിടെയും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 3 കമ്പനി മാറിയിട്ട് അവസാനം അത് ഒന്നും അല്ലാത്തൊരു ജോലി. ഡ്രൈവിംഗ് പഠിപ്പിക്കല്. മമ്മിക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? നിന്റെ തോന്നിയാസം ഇനി ഇവിടെ നടക്കത്തില്ല. പഠിച്ച ജോലിക്ക് വെക്കണം. അത് ഇൻഫോ പാർക്കോ കിൻഫ്രായോ എവിടെയാണെന്ന് വെച്ചാ പൊക്കോണം. ഇല്ലെങ്കിലോ? ഒരെണ്ണം കൂടി തന്നോണ്ടല്ലോ. എന്തു പാടി ഇത്? മോളോട് ചോദിക്ക് എന്താന്ന്. അഹങ്കാരി. Hot water ready? Yeah, it's getting ready. Okay. പഞ്ചറായല്ലേ? പഞ്ചറാക്കി. Hi, Teresa. Hi.
How did you hit 2 men at the same time? When the time comes, this hand holds the power to love and hit as well. Okay. Okay. എന്താ രാത്രി ഇങ്ങോട്ട് എന്താണ് വന്നൂടെ? വന്നോ? എന്നാലും കാര്യം എന്താണ്? വീട്ടിൽ മൊത്തം കട്ട ഷോകോടും പണിയും പോയി ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പണി പോയാ? ആ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, കല്യാണം കഴിച്ചോ. ആ കുരിശ കയറ്റി വിട്ടേച്ചാ പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ട്. തനിക്ക് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ? ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ട്രോഫിയുടെ പുറത്ത് ട്രോഫി ആയിട്ടിരിക്കുന്ന ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ഒന്ന് പോയടോ. എനിക്ക് ഇതൊന്നും പറയാൻ ആളില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മര്യാദയ്ക്ക് അവിടെ വല്ലതും ഇരുന്നാ മതി. പോലെ Slowly? Okay. Why is he upset? Is there any problem? Yes. Mental. എന്താണ് കണ്ടുപഠിക്കുകയാണ്? എൻ്റെ രാജേഷ്, ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് 1 മാസത്തേക്കുള്ള സാധനങ്ങളാണല്ലോ അരിഞ്ഞു തള്ളുന്നേ. ഈ സാധനത്തിന് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ മുടിയും. നീ പറയുമോ ഞാൻ പറയണം? ഞാൻ പറയാം. നീ പറയാനാ? നീ ഏത് ഭാഷ പറയാനാ? പറയാന്ന്. ഒരു കാര്യം ചെയ്യാം, ആ തെരേസ കൊച്ചൊരു മാ കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കാം. അവരൊന്നും അമ്മച്ചി മോനെ. അകത്തോട്ട് അവിടെ. അമ്മച്ചി. Hi Velyavichi, how are you? I'm preparing traditional food specially. And then we'll put that meat into this. It will take few minutes. Just a little. Okay. Yeah. അതെ, ഒരു സെക്കൻഡ്. Let's put it. എന്താ? മിണ്ടരുത്. അതായത് ഈ എന്താണ് ഈ ഈ രാജേഷേ, എന്നോട് പ്രേമാണ്? അയ്യേ, അതൊന്നുമില്ല. അതെന്താ? പ്രേമം മോശാണോ? അല്ല, പ്രേമം മോശമല്ല. ഞാനീ വേറൊരു പിന്നെ എന്താണ് മോളെ കാര്യം ഇത്രയുള്ളൂ. ഈ ചൈന കൊച്ചിന് കൊടുക്കാൻ ഇവൻ്റെ 10 വയസ്സ് പോലും ഇല്ല. ഈ അടുത്ത കാലത്ത് അങ്ങ് കൊടുക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് ഈ കൊച്ചിനോട് ഇതിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ ചൈനയിലേക്ക് തിരിച്ചു പോകണമെന്ന് മോൾ ആ കൊച്ചിനോടൊന്ന് പറയണം. അത് മോളോട് പറയാനാണ് ഇവിടെ കിടന്ന് ഇവൻ ഈ ആന്ന് മുക്കറയിടുന്നത്. അതെ, ഒന്ന് പറയോ? അതെ, പറയാണ്ടിരിക്കാൻ ഇത് പടത്തിന്റെ കഥയൊന്നുമല്ലല്ലോ. How was my food? Very nice. Thank you. The real taste of Chinese? It was a Tibetan dish. Tibetan? Teresa, I need to tell you something. You should help me, make him understand.
I have no other option. കണ്ട കരയണ കണ്ട പോവാന്ന് സമ്മതിച്ചു. ഓക്കെ, കം വിത്ത് മീ. യാത്ര പറയാൻ പറ്റുന്നതാണ്. രാജേഷേ, കാര്യങ്ങൾ കുറച്ച് കുഴപ്പമാണല്ലോ. എന്ത് കുഴപ്പം? ഇവള് ചൈനക്കാരിയല്ല, ടിബറ്റനാ. ടിബറ്റനാ? ചൈന പിടിച്ചെടുത്ത രാജ്യമാണ് ടിബറ്റ്. ഇവളാ നാട്ടുകാരിയാ. അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റും നാട്ടുകാരും തമ്മിലുള്ള ആഭ്യന്തര കലഹത്തിന്റെ ഇടയിലാ ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചത്. അതോടെ ഇവള് തനിച്ചായി. ടിബറ്റിലെല്ലാം വിറ്റുപെറുക്കി ഇവള് ചൈനയിലേക്ക് പോകുന്ന വഴിയാ തന്റെ കൊച്ചച്ഛനെ ഇവള് പരിചയപ്പെട്ടത്. ആരും ഇല്ലാതിരുന്ന് ഇവക്ക് പിന്നെ തന്റെ കൊച്ചച്ഛനായിരുന്നു കൂട്ട്. ഇപ്പൊ ഇവളിങ്ങോട്ട് വന്നേക്കുന്നത് എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് കടക്കാനാ. അമേരിക്ക? കാര്യം അവക്ക് അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, 10 ലക്ഷം രൂപ ബാങ്കിൽ ഗ്യാരണ്ടി കാണിച്ചാലേ ഇവക്ക് ആ ജോലി കിട്ടും. 10 ലക്ഷം? അതാരും കൊടുക്കും? 10 ലക്ഷം ആര് കൊടുക്കും? Rajesh, look, I know you are in crisis, but I have no way out. Please, I need your help. Please help me, Rajesh. എന്താ പറയണേ? ക്യാഷ് കൊടുക്കണമെന്നാ പറയണേ. ഞാനോ? Please help me, Rajesh. मेरा पास എടാ നീ Tell him, Teresa. കരയണ്ട. എടാ അവള് കരഞ്ഞോട്ടാ. നമുക്ക് ശരിയാക്കാം. എന്റെ ദൈവമേ, 10 പൈസ ഇല്ല എടുക്കാൻ. നീ അവിടെ നിന്ന് ശരിയാക്കാം. He will manage. Thank you so much. 10 ലക്ഷം. ചേട്ടാ. എടാ രാജേഷേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം പണില്ലടാ. പക്ഷെ എങ്ങനെ നമുക്ക് കാശ് കൊടുക്കണ്ടേ? എടാ വെച്ചേ, നീ എന്ത് ചെയ്യാൻ പോണാണ്? തല പോവാന്ന് പറഞ്ഞാലും നിന്റെ ചിരിയുണ്ടല്ലോ, നിന്നെ സമ്മതിക്കണോട്ടാ. എൻ്റെ വിൻചേട്ടാ, എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന് തോന്നുന്ന നിമിഷം അത് പുതിയ എന്തിൻ്റെയോ തുടക്കമാണെന്നങ്ങ് വിചാരിക്കുക. എന്നിട്ട് ആ തുടക്കത്തിൻ്റെ ഉടങ്ങ് നടക്കുക. ഒരു വഴി തെളിഞ്ഞു വരും വിൻചേട്ടാ. നിങ്ങൾ നോക്കിക്കോ. വന്നാ മതിയായിരുന്നു. വരുന്നേ. നിങ്ങൾ പോയി കിടക്ക്. ശരി ശരിയെന്നാ. രാജേഷേ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത്? നീ ഇന്റർനാഷണൽ കടക്കാരനായ വിവരം. അതിന് ബായിരുന്നു സംസാരിക്കാം. രാജേഷേ, ബാങ്കിലിരിക്കണേ വീണ്ടും ആധാർ എടുക്കണമെങ്കിൽ 9 ലക്ഷം, ചൈനക്കാരിക്ക് 8, മൊത്തം 17 അല്ലേ? നീ വിഷമിക്കണ്ട, ഞാൻ തരാടാ. അതിന് നിങ്ങളോട് ഞാൻ കാശ് വെച്ചോ? ഇല്ല, പക്ഷെ അറിഞ്ഞു സഹായിക്കേണ്ട ഒരു നാട്ടുകാരന്റെ കടമയില്ലടാ. കടമേ? എന്റെ വിജയൻ ചേട്ടാ, ഈ സ്ഥലത്തിന് നാട്ടു നടപ്പ് വിലയെ കഴിഞ്ഞ് 3 രൂപ കൂട്ടിയാണ് ഞാൻ പറഞ്ഞേക്കണം. എന്തിനാണ്? ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ. എടോ, എൻ്റെ സ്ഥലം ഉൾപ്പെടെയാണെങ്കിൽ താൻ പറയണ കാശിന് തൻ്റെ ജമീൻ കെട്ടിന് കച്ചവടം നടക്കും. അതിനല്ലേ താൻ ഈ കുളിച്ചൊരുങ്ങി ഇങ്ങോട്ട് കയറി വരുന്നത്? എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കൂല. മനസ്സിലായല്ലോ? വല്യമ്മച്ചി, വല്യമ്മച്ചി. ഡ്രാക്കുളയോ? ഓ, ഡ്രാക്കുള അല്ല, ഇത് ഞാനാ. എന്താടി? ഞാൻ രാജേഷും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ പാതിരാത്രിയിലോ? ഓ, ഇപ്പഴല്ല, പയ്യെ. എന്ത് ബിസിനസ് ആണെന്ന് ചോദിക്കേ? ഫുഡ് ബിസിനസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? പിന്നെ പാചകക്കാരന്റെ കൂടെ കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഓ പോടി പെണ്ണേ, ഉറങ്ങിക്കോട്ടെ. രാജേഷേ, കാശ് റെഡിയായ? നടക്കൂലോ. എടോ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ? എന്താ ഐഡിയ? പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ആരൊക്കെ? ഞാനും താനും. അടിപൊളി. നല്ല സമയമാണ് എൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ. എടോ, പ്ലാൻ വർക്കൗട്ട് ആയാൽ നമുക്ക് ഈസി ആയിട്ട് ഇവളുടെ കാശ് കൊടുക്കാൻ പറ്റും. ഈ ബിസിനസ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നടക്കണ കാര്യമല്ലോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വുമൺ ഓണ്ടർപ്രണറിന് 25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും, അതും പലിശയില്ലാതെ. ലോൺ എന്റെ പേരിൽ എടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് 8 ലക്ഷം രൂപ ഷെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമ്മുടെ ബിസിനസ്സിലിടാം. ഈ സർക്കാരിന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിക്കുക എന്ന് പറഞ്ഞാലേ നടക്കണ കാര്യമല്ലോ. നടത്തി നമ്മളെ നശിപ്പിച്ചോളെ. എടോ, താൻ എന്തെങ്കിലും നെഗറ്റീവ് തള്ളണേ? ബി പോസിറ്റീവ്. അല്ല, എന്താ തന്റെ ഐഡിയ അത് പറ. ഹോട്ടൽ തുടങ്ങാന് ബെസ്റ്റ്. പിടിച്ചേ. എടോ, വെറും റെസ്റ്റോറന്റ് അല്ല, ടിബറ്റിന്റെ മനോഹരമായ രുചി പകരുന്ന ഒരു നാടൻ റെസ്റ്റോറന്റ്. ഈ ടിബറ്റിന്റെ ഫുഡൊക്കെ ആരുണ്ടാക്കും? അവളുണ്ടാക്കും. അതിനവള് പോവല്ലേ? പോണേക്കാളും മുമ്പേ ഇവള് നമ്മൾ പഠിക്കണോ അത്? ടിബറ്റ് ഫുഡ് എവിടെ തുടങ്ങും ഇത്? എടോ, ഇവിടൊക്കെ ഇന്ന് റെഡി ആക്കണം. കുറച്ച് ലൈറ്റ്സ്, പിന്നെ ചെയർ. ഇവിടെ നമുക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാം. ഇവിടെയാ? അയ്യേന്നാ. എടോ, ഇത്ര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം വേറെ എവിടെ കിട്ടാനാ? എടോ, ഇങ്ങോട്ട് വണ്ടിയും കാറൊന്നും കയറി വരില്ല ഈ വഴി. എടോ, രുചിയുള്ള ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞാൽ മലയാളികൾ പാരച്ചൂട്ടിൽ വന്നിറങ്ങിയെന്ന് ഫുഡ് കഴിക്കും. അതുകൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം വിട്ടേക്ക്. രുചിയുള്ള ഫുഡ് കൊടുക്കണം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോ എങ്ങനെയാ, പോണല്ലേ? അവളോട് പറഞ്ഞ നമസ്കാരം കൂട്ടുകാരെ, ഷെഫ് പിള്ളയാണ്. നല്ല ഭക്ഷണം, പ്രത്യേകിച്ചും വ്യത്യസ്തമായ ഭക്ഷണം എവിടെ ഉണ്ടെങ്കിലും മലയാളികൾ തേടി പിടിച്ചു പോകും. അങ്ങനെ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത്. എറണാകുളം ജില്ലയിലെ മനോഹരമായ പള്ളിത്തോട് എന്ന ഗ്രാമത്തിൽ. രാജേഷും തെരേസയും ഷെങ്ങും ചേർന്ന് നടന്ന ഈ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണം ഏതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മലയാളികൾ ഇൻഡോ ചൈനീസും അറബിക്കും യൂറോപ്യൻ ഫുഡും കേരള ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ടിബറ്റൻ ക്വിസിൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആട്ടിറച്ചി പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ് കരിഞ്ചീരകവും ഗരം മസാലയും മല്ലിയിലയൊക്കെ ചേർത്ത് പുഴുങ്ങിയെടുത്ത ഫ്രൈഡ് മോമോസാണ്. അതിനോടൊപ്പം പോത്തിറച്ചി സ്ലോ കുക്ക് ചെയ്ത ഒരു ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്. അതിവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഡിഷാണ്. അതുകൂടാണ്ട് സ്പൈസി ആയിട്ടുള്ള ഇവരുടെ ഒരു ഗോട്ടിറച്ചി കറി, അതും നൂഡിൽസും കൂടെ, ഷെഷ്വാൻ നൂഡിൽസും കൂടെ കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് കൂട്ടുകാരുമായിട്ട്
വന്ന് കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻ്റ് ആണ് ഈ ടിബറ്റൻ കോർണർ. അപ്പൊ എല്ലാവരും വരണം. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് എന്താ സാറേ? നീ അവളെ ഒന്ന് വിളിച്ചേ. ഷോ യുവർ പാസ്പോർട്ട് ആൻഡ് വിസ. സാറേ എന്താ സാറേ കാര്യം? അതൊക്കെ ഞാൻ പറയാം. ടൂറിസ്റ്റ് വിസയായി വന്നവളെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നത്? കൊള്ളാമല്ലോ. ഡാ, ടൂറിസ്റ്റ് എന്നും ടൂറിസ്റ്റാ. അവർക്കിവിടെ കച്ചവടം നടത്താൻ റൈറ്റ്സ് ഒന്നുമില്ല, അറിയാൻ മേലേ? സാറേ അവള് ജോലിയായിട്ടല്ല, ഞങ്ങളെ വെറുതെ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. സാറേ ബിസിനസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരില്ല. നിങ്ങൾ ഇവളെ കണ്ടല്ലേ ഈ പരിപാടി ഞാൻ തുടങ്ങി വെച്ചേ. ഇനി ഒരാഴ്ചയെ കൂടി ഇവക്ക് ഇന്ത്യയെ തുടരാൻ വിസയേ ഉള്ളൂ. അതുവരെ ഇവളെ കൊണ്ടെങ്കിലും പണിയെടുപ്പിച്ചാണല്ലോ രണ്ടുപേരും അകത്തു പോവും. പറഞ്ഞേക്കാം. Your visa will expire in 1 week. You have to leave the country as soon as possible. ഇവിടെ പെട്ടെന്നങ്ങ് പറഞ്ഞു വിട്ടേക്കണം, ഇല്ലേ വിവരം അറിയും. പറഞ്ഞേക്കാം. എന്തായി സാറേ? വിറപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. കട ഉടനെ പൂട്ടുവോ? ആ ചൈനക്കാർ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകും. പിന്നെ എന്ത് കട, പിന്നെ എന്ത് കച്ചവടം? പൊളിച്ച്. അപ്പൊ വൈകിട്ട് മാറിക്കണം. ഓക്കെ ഓക്കെ. കണ്ടവയെല്ലാം മനവനെ നീ തന്നിടണേ നാഥ. No sleep? I was missing my parents. Oh. They left me alone. Your papa, mama? നോക്കട്ടെ. Come. My papa. My mama. Done. Long back. സമയമാകുമ്പോ എല്ലാരും പോവും. That means? That means good night. Okay, good night. $25,000 കഴിഞ്ഞ ആഴ്ചയല്ല എഞ്ചിന്റെ പണി തീർത്തു. നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കണാണ്? ഞങ്ങൾ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടണല്ലേ. അങ്ങനെ ഓടുമ്പോ ഇഞ്ചത്തിന് അതിൻ്റെതായ കംപ്ലൈന്റ് ഒക്കെ വരും. അതൊന്നും ഇവിടെ പറ്റിയല്ല. നാളെ മുതൽ വേറെ വെള്ളം പിടി. മനസ്സിലായ എന്ന് പറഞ്ഞു? എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഒന്ന് വരും. പിന്നെന്താ മോനെ?
എന്താണ് രാജേഷേ പതിവില്ലാണ്ട് എന്നെ കാണാം? പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. അപ്പോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അതിന് നിന്നോട് ഞാൻ ഡീല് നേരത്തെ പറഞ്ഞല്ലേ? അതല്ലേട്ടാ, എനിക്ക് ഇപ്പം ആ ഡീലിന് ഓക്കെയാണ്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ നാളെ തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആക്കണേതിനാ? ഇന്ന് തന്നെ വന്നേക്കാം. മതിയോ? നാളെ മതി. പിന്നെ ചേട്ടാ, തൽക്കാലത്തേക്ക് ഒരു വാടക വീട് കിട്ടുന്നവരെ ഞാനവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ എന്റെ ചെക്കനല്ലടാ. ഞാൻ നോക്കണോ വീട്? വേണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. അതെ, ഒരു മിനിറ്റ്. രാജേഷേ, ഇതിലൊരു ഉപ്പിട്ടെ. കാശി ഒന്നതിനൊരു തെളിവ് വേണ്ടേ? അതാ. ആധാരം. സിബി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിടി, ബാക്കിയിട്ട്. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ അറിയിക്കാം. പിന്നെ വരുമ്പോ നിന്റെ പെങ്ങളെ കൂടി കൊണ്ടുവരണം. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വാടക വീട് തപ്പിക്കോ. പോട്ടെ. വാഷിംഗ് അറേഞ്ച്ഡ്. സേഫ്. അതൊക്കെ ചെയ്തു. ഇത് സേഫായിട്ട് വെച്ചോ. അല്ലെങ്കിൽ Teresa. Yes. You know what? I got the cash. Is it? Yes. Oh, Adipoli. Adipoli. You Malayalam? Huh. Hey, can you take me somewhere? When? Now? Okay. Okay, 1 minute. Okay. ഇതെന്താ റെസ്റ്റോറന്റ് വിട്ട് പഴയ പണിക്ക് പോയാ? അതല്ലടോ, കച്ചവടമൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഇത് സൈഡിലൂടെ വിട്ടേക്കാം, അല്ലെങ്കിൽ പണി നടക്കൂല. എങ്ങനെ കൊടുക്കാൻ കാശ് എടുത്ത് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ച്. അതെന്തായാലും നന്നായി. അവള് ഭയങ്കര ഹാപ്പിയാ. ഇതെവിടെയായിരുന്നു? കൂടപ്പറപ്പിനെ പോലെ കണ്ടാ തന്നെ ഒരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നോട്. ഇനി മേലെ വിജേട്ട കുഞ്ചേട്ടാന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നിരുന്നു. എന്താണ് വിഞ്ചേട്ടാ, എന്താ കാര്യം? എന്താണെന്നാ എന്റെ കൊച്ചി വീട് സ്ഥലവും വിറ്റ് ചെക്കിന് കാശ് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയവൻ എന്ത് ചെയ്യും? ഇവിടെ പോന്നു ഓരോന്ന് ഒപ്പിച്ചു വെച്ച് നിൽക്കണില്ലേ? വെഞ്ചേട്ടാ, ഒരാൾ പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാ വെഞ്ചേട്ടാ വീടും കെട്ടിപ്പിടിച്ചിരിക്കണേ? നമ്മളോ ഗതി പിടിച്ചില്ല. നമ്മൾ കാരണം ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ ഉണ്ടായിക്കോട്ടെ. പിന്നെ എൻ്റെ കാര്യം, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ വെഞ്ചേട്ടാ? എനിക്കൊരു ഭായം കല്യാണം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ പോയി കിടന്നോളാം. ഇവിടെ എന്നാലും ഇത് കടന്ന കൈയായി പോയുള്ള രാജേഷ്. വെഞ്ചേട്ടാ, നിങ്ങൾ
നിങ്ങൾ അവളുടെ സന്തോഷം ഒന്ന് കാണണം. എനിക്കിപ്പോൾ ഉത്തരവാദിത്തോടെ എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നലാ. വെഞ്ചേട്ടാ, നമുക്കുള്ളത് വരും വെഞ്ചേട്ടാ. വരും. അതും വിചാരിച്ചിരുന്നു. എല്ലാം വിട്ടു നശിപ്പിച്ചേ. തെരേസ, ലെറ്റ്സ് ഗോ. ഓക്കെ. എങ്ങോട്ടാ അവളെ? അവൾക്ക് എവിടെ പോകണമെന്ന്. എന്നാ പോയിട്ട് വാ. പോയിട്ട് വരാം. നിങ്ങളുടെ US വിസ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണല്ലോ. റിജക്റ്റോ? അതെ. എന്താ റീസൺ? അത് പറഞ്ഞിട്ടില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാരെ US അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, അതായിരിക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റോ? What? No, I'm not a Chinese. I'm not a communist. I'm from Tibet. I'm a Tibetan. But your passport is Chinese. Shit. വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവോ? റീ അപ്ലൈ ചെയ്ത് നോക്കാം, പക്ഷെ പാടാണ്. You just wait here. തമിഴ്ചേട്ടാ, ഞങ്ങളുടെ സ്ഥലവും സിബി മേടിച്ചടാ. ചേട്ടാ ഹാപ്പി ആയില്ലേ? ഇനി സന്തോഷത്തോടെ മുകളിലൂടെ പോയി താമസിക്കാലോ. സന്തോഷം. അമ്മയുടെയും മോക്കടെയും നിർബന്ധമാടാ ഇവിടെ വിൽക്കണമെന്ന്. സത്യത്തിൽ എനിക്ക് പോകണമെന്നില്ലടാ. ഞാൻ കരുതിയത് നീ ഇവിടം വിട്ടൊരിക്കലും പോയില്ലെന്നാണ്. ആഗ്രഹം ഉണ്ടായിട്ടില്ല ചേട്ടാ, ഗതികേട് കൊണ്ടാണ്. വിധി എന്ന് പറഞ്ഞ ഒന്നല്ലേ, എല്ലാം അതുപോലെ നടക്കട്ടെ. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. ഏയ് അതൊന്നുമില്ല ചേട്ടാ, ചേട്ടങ്ങളാ. ശരി പോട്ടറ. Rajesh, I don't need this money anymore. I can't go to America. And you have done a lot for me. Rajesh, I can't believe you sold this house for me. Why did you do that, Rajesh? This was your only home. Now, if you wish to do anything for me, just take this money and bring back your home. I want to see this happen before I leave. Take this money. Yes. Eat. കറി ഞാൻ കൊണ്ടുവരാം. എന്താണ് രാജേഷേ, നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലേ? എന്നിട്ടിപ്പോ വന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? വീട് എനിക്ക് തിരിച്ചു വേണം. ചേട്ടൻ ഈ പൈസ വെച്ചിട്ട് എൻ്റെ ആധാരം ഇങ്ങ് തിരിച്ചു തരുവാണെങ്കിൽ ഞാനത് ബാങ്കിൽ വെച്ചിട്ട് ചേട്ടൻ്റെ ബാക്കിയുള്ള കാശ് ഞാൻ തന്നോളാം. അപ്പം ഞാനാരായി? ഊളൻ അല്ലേ? നീ പിടിച്ചേ, പിടിയടാ. ആളിഞ്ഞ സെന്റിമെന്റ്സ് ആയിട്ട് ഇറങ്ങിയേക്കനാണ്. ഇറങ്ങിപ്പോടാ. നിർത്തിക്കണം നിന്റെ മുതലാളികളി. സമാനപരമായിട്ട് തീർക്കാൻ വന്നപ്പോ നീ തലേ കരുന്ന് ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കൂടാ. അതിലേക്ക് നീ പറയട്ടെ. എടാ ഈ കരക്കാരുടെ ഉണക്കച്ചമ്മി കട്ടുവിറ്റ കാശ് കൊണ്ടല്ലോ നീ ഇത് കൊണ്ടു. നീ വല്ല മുതലാളി അടിക്കുന്നടാ കള്ള. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ വാ എടുത്താ തന്നെ.
എടി കൊച്ചെ, അമേരിക്ക പോണെങ്കിൽ പോട്ടെ, നീ എൻ്റെ കൂടെ ഇവിടെ നിന്നോ. നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കോളാം. എന്താ പോരെ? മോനെ കാക്ക കയറാൻ നോക്കണേ, ഞാൻ ഇപ്പൊ വരാം. പവിത്ര സഹനോട് പറഞ്ഞേ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊന്നും തീരുമാനാക്കണം. എടാ രാജേഷ്, എല്ലാം പോയടാ. എന്താ പറ്റിയേ? എന്റെ നല്ല കാലത്തൊന്നും ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്നെ ഞാൻ സഹായിച്ചിട്ടുമില്ല. എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ചെയ്തത് തെറ്റാ. നീ കരയാതെ കാര്യം പറ രാജി. ഇല്ലടാ, ഞാൻ ചെയ്ത തെറ്റോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ വന്നേ, നീ അവിടെ ഇരുന്നേ. ഇവിടെ ഇരിക്കും. വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കായിരുന്നു. എടാ രാജേഷ്, പണ്ട് നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നതാടാ. അമ്മയെ കാണാൻ നീ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കല്യാണം നടത്താൻ വേണ്ടിട്ട് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ പറ്റാൻ എപ്പോഴും രമേശ് ഏട്ടൻ പറയും. പറച്ചില് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന് രാജി, നീ പഴയ കഥയൊക്കെ പറയാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. രമേശ് ഏട്ടൻ ജയിലില്ല. ജയിലില്ല? എന്തിനു? അത് എന്തോ പൈസ തട്ടിപ്പിന്റെ കേസാ. ദൈവമേ, അറബീനെ തല്ലിന്നോ? അറബീനെയൊക്കെ ആരെങ്കിലും തല്ലുവോ? 15 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്നാ പറയണേ. ഞാൻ ആരോടാ ചോദിക്കണേ? എനിക്ക് ആരുമില്ലേ. സത്യമായിട്ട് പൈസ കിട്ടിയില്ലേ കൊച്ചിന് വിഷം കൊടുത്തിട്ട് ഞാനും ചാവും. രാജി, നീ കരയല്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. നീ കരച്ചിൽ നിർത്ത്. എന്റെ രമേശ് ഏട്ടൻ ഇപ്പൊ ജയിലില്ല. അയ്യോ രമേശ് ഏട്ടാ. 8 ലക്ഷം രൂപ ഉണ്ട്. എന്താന്ന് വെച്ചാ ചെയ്. അപ്പൊ ബാക്കി എന്നാ പിന്നെ ബാക്കി കൂടെ ഉണ്ടാക്കിട്ട് തരാം. അതുവരെ രമേശ് ജയിലിൽ കിടക്കട്ടെ. പിന്നെ അല്ലാതെ ബാക്കി ഞാൻ സ്വർണം വിട്ടിട്ട് കൊടുത്തോളാം. എന്താ എടാ, ചൈനക്കാരി പവിത്ര സാഹിനെ കല്ലെറിഞ്ഞ പാർട്ടിക്കാരാകെ ഇളകിക്കണാണ്. നീ എത്രയും വേഗം അവളെ കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുത്താന്നു. എടാ രാജേഷ്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫോട്ടോ വെയിറ്റ് ചെയ്യണേ. എടാ, പാർട്ടിക്കാരാണ്, വേഗാട്ടെ. അവരുടെ കയ്യിലെങ്ങനെ അതിന് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ. എന്റെ കുഞ്ഞെ, അവൾ ആ പവിത്ര സഖാവിനെ കല്ലെടുത്തെറിഞ്ഞതിന് പാർട്ടിക്കാരെല്ലാം കൂടെ ഓടിച്ചപ്പം അവൾ ആ ജനാർദ്ദന്റെ പറമ്പിൽ കൂടെ ഓടിയിട്ടുണ്ട്. ഒന്നും നോക്കിക്കോണേ. എന്നാലും ഈ പെൺകുട്ടി നോക്കല്ലേ. എവിടെ പോയി കിടക്കുക? ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ പോയി നോക്കാനാ. രാജേഷ്, രാജേഷ്, അത് അവളല്ലേ വിളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് രാജേഷ്, രാജേഷ്, സോറി
വിട്ടെ, കരയല്ലേ പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല. തനിക്ക് കുഴപ്പമില്ലായിരിക്കും, എനിക്ക് കുഴപ്പമുണ്ട്. നീ എന്ത് പണിയടി കാണിച്ചേ? എന്റെ ഓർമ്മ പോയി, വീട് പോയി, കാശും പോയി. ബാക്കിയുള്ളത് ഈ തടിയാ, അതുകൂടെ നീ കേടാക്കുമല്ലോ. ആ പവിത്ര സഖാവിനിട്ട് കലർന്ന് നിനക്ക് എന്ത് കിട്ടി? നിനക്ക് കലറിനെ ടിബറ്റിൽ പോയി കലറി. ഇങ്ങനെ നീ എന്തൊക്കെയാണ് പറയണേ? ഈ കൊച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വല്ലതും മനസ്സിലാവും? നീ തെരേസനെ വിളിക്കുക, ആ പെണ്ണ് വന്നു എന്താണ് ചോദിച്ചില്ലായിരിക്കും. അല്ല ചുമ്മാ ഇറ്റ് ഈസ് എ ഒളിച്ചിരുന്നതിന് കലിപ്പ്. പോലെ നോക്കടാ അവരിവിടെ ഇല്ല. അവിടെ ഇല്ല, വിജയന്റെ വീട്ടിൽ കാണും. ആ തെരേസുണ്ട്. എന്തായി? കല്ലെറിഞ്ഞ എന്തിനാന്ന് പറഞ്ഞോ? നീ തന്നെ പോയി ചോദിക്കും. ഷെൻ, what happened? I hate communists. They all failed me. I lost my control when I saw the red flags and the penance. I'm sorry. Don't cry, we'll find a way. എങ്ങനെയുണ്ട് സഖാവേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതെ, എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചാനലുകാരൊക്കെ ഈ വിഷയത്തിൽ ഒരു കണക്കിന് ഒതുക്കി വിട്ടേക്കണാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നൊരു പെണ്ണു വന്ന് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നം ദേശീയ തലം വരെ എത്തും, നാറും. അതുകൊണ്ട് ഈ വിഷയത്തിന് ഇനി സഖാക്കന്മാർ ആരും ഒന്നും പ്രതികരിക്കാൻ പോണ്ട. അവിടെ ഇരിക്കെ, പറയണ മുഴുവൻ കേക്ക്. നമ്മൾ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണില്ലെന്നേ ഉള്ളൂ. അവളെ അറസ്റ്റ് ചെയ്യും. NDPS ആക്ടാണ് ചാർജ് ചെയ്യാൻ പോണത്, മയക്കുമരുന്ന് കേസ്. മിനിമം ഒരു കൊല്ലമെങ്കിലും അവൾ അകത്ത് കിടക്കും. എന്നിട്ടേ ജാമ്യം പോലും കിട്ടൂ. എന്താ പോരെ? നിങ്ങൾ ചൈനക്കാരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം, ഞാൻ പോലീസിൽ അറിയിച്ചോളാം. അവനോട് ചോദിക്കാം. വണ്ടി നിർത്ത്. ഇതാണോട് തെരേസയുടെ വീട്? അത് ഈ വീടാ സാർ. പോലീസോ? അങ്ങനെ ഒരു സംഭവം രാജേഷേ, ഞങ്ങൾ അവിടെ പോലീസ്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എന്താടി വലിയമ്മച്ചി, പോലീസോ? ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. വലിയമ്മച്ചി, എന്താണ്? രാജേഷ് എന്ന് പറയുന്ന ഒരുത്തിനും ഒരു ചൈനക്കാരി ഇവിടെ ഉണ്ടോ? ഇവിടില്ല. ഇവിടെ ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടെ ആരുമില്ല. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കയറി പരിശോധിക്കണമല്ലോ. വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഇല്ലാതെ ഇവിടെ തന്നെ കയറാൻ പറ്റത്തില്ലേ? സഖാവ് പൗളിന്റെ വീട്ടിൽ പോലീസ് കയറണമെങ്കിൽ വാറണ്ട് വേണം. അതില്ലാതെ അകത്ത് കയറാൻ ധൈര്യം ഉണ്ട്. ഏമാൻ കയറിക്കോ. സാറേ വേണ്ട സാറേ, വേണ്ട സാറേ, പണിയാവും. എന്നേ കേറുന്നില്ലേ? കേറോ. പാർട്ടിക്കാരിയാ, പ്രശ്നം. വാ സാറേ. ആദ്യം ഞെരിക്കാതെ പോകാൻ നോക്കും മോനെ. മാസല്ലേ? എടോ, നാളെ വെളുപ്പിനെ സിംഗപ്പൂരിനൊരു ഫ്ലൈറ്റ് ഉണ്ട്. അവിടുന്ന് ചൈനയിലേക്ക് ടിക്കറ്റ് കിട്ടും. എന്നാ പിന്നെ അത് തന്നെ ബുക്ക് ചെയ്യേ. ഈ ടിക്കറ്റിന്റെ കാശ് തൽക്കാലം ഒന്ന് മറിക്കണം, ഞാൻ തന്നോളാം. അതൊക്കെ ഓക്കെ എടോ, പക്ഷേ ഷെങ്ങിന്റെ ബാഗും പാസ്പോർട്ടും ഒക്കെ വീട്ടിലല്ലേ, അതിനിപ്പോ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ എടുത്തോളാം, നീ ഇതാദ്യം ബുക്ക് ചെയ്യ്. ശരി. രാജേഷേ, ഓട്ടോയ്ക്ക് പോണ്ട, ബൈക്കാ സേഫ്. ബൈക്ക് പോ. ശരി.
പോലീസ് പോലീസ് തലോഞ്ച് തലോഞ്ച് അതിന് കാണാനോട് വേണോ ആ പെണ്ണ് കാരണം സ്വന്തം വീട്ടിൽ പോയപ്പോൾ വിളിച്ചും പറ്റുമ്പോണ്ടത് എന്നാ നീ പോയെടുത്തുള്ളൂ ഞാൻ അവിടേക്ക് അവിടെ നിൽക്കി നോക്കണേ. ഈ ഭാഗത്ത് കണ്ടൊന്നുമല്ലോ കണ്ടൊന്നുമില്ല. ബാഗ് പിടിച്ചേ കൂട്ടട്ടെ. അത് പിടിക്കണോ? അത് പിടിക്കണ്ട, വേണ്ട. വാ വാ വാ. ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിച്ചവളെ നീ നൈസായിട്ട് അങ്ങ് നാട് കടത്താൻ നോക്കുവാണല്ലേ. റജി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ, അലമ്പാക്കല്ലേ. പോ. അലമ്പാക്കല്ലേ. എടാ ഷാഫി, നീ പാർട്ടിക്കാരെ വിളിയടാ. ഈ തുടരെ ഹർത്താൽ വന്ന പാർട്ടി ജനങ്ങളെ അയ്യോ മുരളി നിങ്ങളെങ്ങോട്ട് നടന്നു, ഞാൻ വന്നേക്കാം. പേടിക്കണ്ടടാ, അവര് പാർട്ടിക്കാരല്ല. സഖാവ് ഷെങ്ങ് കലർന്നത് കുടിക്കിട്ടാണ്, അത് മാറി സഖാവിനിട്ട് കൊണ്ടതാണ്. സഖാവേ, ആ പെങ്കൊച്ചിൻ്റെ കുഞ്ഞുനാളിലെ തൊട്ട് ആ പെങ്കൊച്ചിനെയും ആ പെങ്കൊച്ചിൻ്റെ കുടുംബത്തെയും ചൈന കമ്മ്യൂണിസ്റ്റുകാർ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ സങ്കടത്തിൽ അത് ചെയ്തതാണ്. സഖാവും വിട്ടുകള സഖാവേ. സത്യം പറഞ്ഞാൽ അവർക്ക് സഖാവിനോട് ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെയാണ്. എടാ, ഷെങ്ങ് ബോഹമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടും തീരുന്നില്ല. പ്രവർത്തകർ വല്ലാത്ത ദേഷ്യത്തില്ല. അല്ല, സംഭവം ഇപ്പം നടന്നിട്ടല്ലേ ഉള്ളൂ. ചൂടാറുമ്പോൾ മാറിക്കോളും, ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കോളാം. നിങ്ങൾ തൽക്കാലം അവളെ പറഞ്ഞ് തിരിച്ച് ചൈനയ്ക്ക് അയക്കാൻ നോക്ക്. എന്നാ സൂക്ഷിച്ചു പോ. ചേട്ടാ, ബാഗ് ബാഗ് Thank you. Happy journey. Walimachi, I'm gonna miss you. Me too. Take care, Mary. Okay. ഇനിയും വരണം. Come again. Sure. Bye. Bye. പോലെ പോലെ കുറച്ച് മീനച്ചാറാ. How much I'm gonna miss you all. Take care. Bye. എന്തിനാ നോക്കണേ? ഞാനത്ര മുരടിയൊന്നുമല്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. കേറിക്കോ കേറി. ബാഗ് എടുത്തോളാം. ഞാൻ കുറച്ച് സമയമുണ്ട്. Yeah, okay. So, thank you, Vichetta. എടാ, അതെ, അവിടെ വിസിൽ വയ്ക്കുന്നുണ്ട്. സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറ്റി വിടാൻ പറയും. ഞാൻ പോട്ടെ. അത് ശരി, എന്താ ടാറ്റാ. Okay, bye. Thank you so much, guys, for helping me. It was wonderful meeting you people. And I'll really miss you guys. One day you should come to China to see me. Oh. Bye. 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 See you soon. Bye, Teresa. Bye. Bye. Bye.
രാജേഷ് പോവാ. നമുക്ക് ആ കട വലുതായി തുടങ്ങാം. ബിക്കം ദ ഷോപ്പ് ബിഗ്. ഈ വിൽ യു കം? Yes. വരൂ. യു വിൽ? Sure. രണ്ട് സ്പൂണും തന്നെ വേഗം താ. അവന്റെ ഒരു പുള്ള കളി. സെറ്റപ്പ് ഒക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ. താങ്ക് യു സർ. രാജേഷേ, എന്താ സാറേ? നിന്റെ ആധാരം കാശ് കൊടുക്കാതെ സിബി തന്നോ? അതൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ അവൻ തരും. പിന്നെ അവന് ബാക്കി കൊടുക്കാനുള്ള കാശ് നിനക്ക് കിട്ടുന്നതനുസരിച്ച് അങ്ങ് കൊടുത്ത് തീർത്തേക്കണം. അത് കൊടുക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ശരി.